എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തില്ല, ഒരനർത്ഥവും എനിക്ക് വരുത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന്റെ മേൽ അടുക്കത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും കർത്താവെ രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ അഭിഷേകത്തിനായി ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ അഭിഷേകത്തിനായി ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പിന്നെയും പ്രാർത്ഥിക്കാം, പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ എല്ലാ മേഖലയിലും സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി വാഴ്ത്തുന്നു, ദൈവത്തിന്റെ അത്ഭുതത്തിനായി വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം എല്ലാ മേഖലകളിലും നമ്മളെ അത്ഭുതമാക്കുന്നല്ലോ. സകല കാര്യത്തിലും ദൈവം നമ്മളെ സാക്ഷ്യമാക്കുന്ന സ്വർഗത്തിലെ കൃപയ്ക്ക് നന്ദി പറയുന്നു. നന്ദിയോടെ നമുക്ക് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവിന്റെ വചനം നമ്മൾ തുടർമാനമായിട്ട് കേട്ടുവരുന്നല്ലോ. കർത്താവിന്റെ വചനത്തിലും ദൈവത്തിന്റെ ശക്തിയിലും നമുക്ക് ബലപ്പെടാം. ദൈവം നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കി മാറ്റുന്ന ദൈവത്തെക്കുറിച്ച് നാം നന്ദി പറയുന്നു. ഇന്ന് സൂം പ്രയറിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വലിയ കൃപകളാൽ സ്വർഗം നിങ്ങളെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നിറയ്ക്കുന്നല്ലോ. ഇപ്പൊ എന്നെ കോളിൽ വിളിച്ചവർക്ക് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഇപ്പൊ തന്നെ വാട്സാപ്പിൽ. അതിലൂടെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ പ്രവേശിക്കാവുന്നതാണ്. സൂം പ്രയറിന്റെ ലിങ്ക് ഉണ്ട്. ഇപ്പൊ കോൾ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ലിങ്ക് തരാം, അതിൽ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ആമേൻ. കർത്താവ് സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്ന സ്വർഗത്തിലെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ പ്രവർത്തിപ്പാൻ യേശു ക്രിസ്തു ഇന്ന് മതിയായ ദൈവമാണ്. ഇന്ന് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവൃത്തികളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ ശക്തനാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. സകല കാര്യത്തിലും സ്വർഗം നമ്മളെ അത്ഭുതമാക്കും. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിന്റെ വചനം കേട്ട് വരുന്നല്ലോ. ഇന്നലെ കേട്ട വചനമല്ല, വചനചിന്ത. അതായത് വചനചിന്ത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അത് ഓർമ്മയുള്ളവർ ഒന്ന് പറഞ്ഞാട്ടെ. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. കാണാത്ത കാര്യങ്ങളെ കാണണം, കാര്യങ്ങളെ കാണണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ വചനമല്ല ചോദിച്ചത്, വചനചിന്ത. അപ്പൊ നമ്മൾ കേട്ട് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ വചനചിന്ത എന്ന് എല്ലാ ദിവസവും ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വചന ചിന്തയാണ്. ഇപ്പൊ നമ്മൾ വചനം കേൾക്കാത്തവരല്ല, നിങ്ങളും ബൈബിള് വായിക്കുന്നവരല്ലേ? എല്ലാ ദിവസവും ബൈബിള് വായിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും വചനങ്ങളൊക്കെ കേൾക്കുന്നവരാ. പക്ഷെ ഈ വചനം എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓരോ ദിവസത്തെ വചന ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വചന ചിന്ത നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ കാണാപ്പാടം വചനം പറഞ്ഞാൽ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ ആ വചനത്തിന്റെ അകത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും വചനം പറയുമ്പോഴും നമ്മുടെ മനസ്സിന്റെ അകത്ത് ദൈവപ്രവൃത്തിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പലപ്പോഴും കഴിയാതെ വരുന്നത് വചന ചിന്തകളെ തിരിച്ചറിയണം. അപ്പോൾ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തെ കാണുന്നത് എങ്ങനെയാന്നുള്ളത് ഇന്നലെ നമ്മൾ ധ്യാനിച്ചായിരുന്നു. ഇന്നും ആ വചനത്തിന്റെ ചില തുടർച്ചയായ ഭാഗങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ ആരംഭിച്ചത് ഇങ്ങനെയാണ്: വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അതിന്റെ 5ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഇന്ന് അതിന്റെ അനുഗ്രഹത്തിനായിട്ട് ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ നമുക്കിന്ന് കേൾക്കാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 12ാം അധ്യായത്തിന്റെ 34ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: നിങ്ങളുടെ നിക്ഷേപം ഉള്ളോടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നു. നോക്കിക്കേ, നിങ്ങളുടെ നിക്ഷേപം ഉള്ളോടത്ത്. ഇത് നിത്യതയെപ്പറ്റി, ദൈവരാജ്യത്തെ പറ്റിയാണ് കർത്താവ് പറഞ്ഞു വരുന്നതെങ്കിലും ഇത് നമ്മുടെ ജീവിതവുമായി, വിശ്വാസ ജീവിതത്തിൽ നമുക്കെല്ലാം ബന്ധമുള്ളതാണ്. നിങ്ങളുടെ നിക്ഷേപം ഉള്ളോടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കുന്നു. എവിടെയാണോ നമ്മുടെ ട്രഷർ ഇങ്ങോട്ടേക്കുന്നത്, എവിടെയാണോ നമ്മുടെ സേവിങ്, എവിടെയാണോ നമുക്ക് നിക്ഷേപമുള്ളത്, അവിടെ നമ്മുടെ ഹൃദയം ഇരിക്കുന്നു.
ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എനിക്കും മിക്ക സമയങ്ങളും ഉണ്ടാകാറുണ്ട്. പെട്ടെന്ന് നമ്മൾ വീടിന്റെ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത, വീട്ടിലെ വാതിൽ പൂട്ടിയോ ഗ്യാസ് ഓഫ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓഫ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ടുള്ള പല കാര്യങ്ങൾ മറന്നു, ചിലപ്പോൾ നമ്മളത് ചെയ്ത് കാണും, പക്ഷെ മറന്നു പോയോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കിടക്കും. ചിലപ്പോൾ നമ്മൾ വളരെ ദൂരെ യാത്ര ചെയ്ത് പോയാലും ആ യാത്രകൾ പലപ്പോഴും ആസ്വദിക്കാൻ കഴിയാതെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു തവണ ഞാൻ തിരിച്ചു വന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത, അയ്യോ ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തോ, ഞാനൊന്ന് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. കാര്യം ഞാനത് ഇറങ്ങുന്നതിന് മുമ്പ് എന്തോ കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് ഞാനത് ഓഫ് ചെയ്തു, പക്ഷെ എൻ്റെ മനസ്സിൽ അത് ഓഫ് ചെയ്തില്ല എന്നൊരു ചിന്തയുണ്ട്. അപ്പം ആദ്യ വഴിയിൽ ഞാൻ ചെന്നിട്ട് എൻ്റെ മനസ്സിൽ ആ ഡ്രൈവ് ചെയ്യുമ്പോഴെല്ലാം എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അയ്യോ ഞാൻ ഓഫ് ചെയ്തില്ല. അപ്പം ആദ്യ വഴിയിൽ തിരിച്ചു വന്ന് നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം ആ സമയത്ത് നമ്മുടെ ഹൃദയം നമ്മൾ എവിടെയാണോ നിക്ഷേപിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഇതേപോലെ തന്നെ ബൈബിൾ പറയുന്നു, നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ നിങ്ങളുടെ ഹൃദയം അവിടെ ഇരിക്കും. ഞാൻ പെട്ടെന്ന് സങ്കീർത്തനത്തിലേക്ക് ഒരു ഭാഗത്തിലേക്ക് പോകാം. സങ്കീർത്തനം 27 അധ്യായത്തിന്റെ 34 വാക്യത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ജീവനുള്ളവർ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. നോക്കിയേ, ഇവിടെ നിങ്ങളൊരു വാക്ക് കണ്ടോ, വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടകാലം എന്ന് വേണേ പറയാം. നമ്മൾ സാധാരണ എന്താ പറയുക, ദൈവമേ എൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടകാലമാണ്, എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മടുപ്പ് സമയമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ബൈബിള് പറയുകയാണ്, നിങ്ങൾ ദൈവം എനിക്ക് നന്മ തരുമെന്ന് വിശ്വസിക്കാത്തവർക്ക് അയ്യോ കഷ്ടം. നോക്കിക്കേ, ഈ വചനം എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ദൈവം എനിക്ക് നന്മ തരുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടമാ. എന്റെ കൂടെ പറഞ്ഞാട്ടെ, വിശ്വസിച്ചില്ലെങ്കിലാണ് കഷ്ടമെന്ന് പറ. ആമേൻ. ഇത് മറന്നു പോകല്ലേ, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ. പലപ്പോഴും നിങ്ങൾ പറയത്തില്ല, ബ്രദറെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമായിരിക്കല്ലേ, ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ ബ്രദറെ, എനിക്ക് അറിയത്തില്ല ബ്രദറെ ദൈവം എന്താ ചെയ്യാൻ പോകുന്ന അറിയണം, ദൈവം എനിക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നതിനെ പറ്റി അറിയണം. അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. നോക്കിക്കേ, ജീവനുള്ളവർ ദേശം ശവക്കോട്ടയെ പോട്ടെല്ലാം ഓർത്തില്ലേ, ഞാൻ മരിച്ചു കഴിയുമ്പം എല്ലാവരും എന്നെ അംഗീകരിക്കും, മരിച്ചു കഴിയുമ്പം നമ്മൾ ഓർത്തില്ലേ എൻ്റെ തല പോയാൽ മതി, ചിലർ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ വാക്ക് പറയാറുണ്ടല്ലേ, ഈ കുടുംബത്തിൽ നിന്ന് എൻ്റെ തല പോയാൽ മതി എന്നൊക്കെ ചിലർ എന്ത് ചെയ്യാറുണ്ട്, എന്നാലേ രക്ഷപ്പെടത്തുള്ളൂ എന്നൊക്കെ സ്വയം പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ട്, ഇന്ന് മുതൽ ഇത് ക്യാൻസൽ ചെയ്യണം. നിങ്ങളുടെ തല അവിടെ ഇരിക്കുമ്പോൾ തന്നെ പറയണം, ജീവനുള്ളവരുടെ ദേശം, അതായത് ജീവിക്കുന്ന മനുഷ്യരുടെ ദേശത്ത് ഞാൻ എൻ്റെ ദൈവത്തിന്റെ നന്മ കാണും. ഞാൻ എൻ്റെ ദൈവത്തിന്റെ നന്മ അവിടെ കാണും. ദൈവത്തിന്റെ നന്മ എന്ത് ചെയ്യും, അത് കാണുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നവരാകണം. അപ്പൊ നിങ്ങളത് കാണുമെന്ന് നിങ്ങളത് ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നവരാകണം. അപ്പൊ ജീവനുള്ളവർ ദേശത്ത് ഞാൻ ദൈവത്തിന്റെ നന്മ കാണും. എന്നിട്ട് തുടക്കത്തിലെ വാക്യത്തിൽ ഞാൻ മടങ്ങി വരാൻ വേണ്ടി പോവാണേ. ഇനി ലൂക്കോസിൽ നോക്കിയേ, നിങ്ങളുടെ നിക്ഷേപം എവിടെ ഇരിക്കണം, നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെ നിങ്ങളുടെ ഹൃദയം ഇരിക്കും. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലൊക്കെ ആകുലതകളും ഭാരങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഭരിക്കുന്നതിന്റെ കാരണം സങ്കടം വരത്തില്ലെന്നോ ഭാരം വരത്തില്ലെന്നോ അല്ല ഞാനീ പറയുന്നത്. ഇത് നമ്മളെ ഭരിക്കുന്നതിന്റെ കാരണം, ഇത് നമ്മളെ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുന്നതിന്റെ കാരണം നമ്മുടെ നിക്ഷേപം പലപ്പോഴും ഭാരങ്ങൾക്കകത്തായിരിക്കുന്നത്. ശരിയാ, നമുക്കൊരു വിഷയം വരും, പെട്ടെന്ന് സങ്കടം വരും, നമ്മൾ ചിലപ്പോൾ അറിയാതെ പിറുപിറുത്ത് പോയെന്നിരിക്കും, നമ്മൾ അറിയാതെ ചിലപ്പോൾ ചില അവിശ്വാസന വാക്ക് വന്നെന്നിരിക്കും. പക്ഷെ അതിൽ കുടുങ്ങിപ്പോകരുത്. അവിടുന്ന് കയറി വരുന്നത് എങ്ങനെയാണ്, നമ്മുടെ നിക്ഷേപം എവിടെയായിരിക്കണം. ഇനി താഴത്തെ വാക്യം നോക്കിയേ, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും എന്ന് വിശ്വസിക്കണം. നോക്കിയേ, ഞാൻ ആ വാക്യം പിന്നെയും പറയുകയാണ്, ജീവനുള്ളവർ, ഈ സങ്കീർത്തനം 27:13 പറയുന്നു, ജീവനുള്ളവർ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവരെ പറ്റി പറയുന്നു. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചാൽ മതി, യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെടുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അപ്പൊ നമ്മൾ ആദ്യം ലൂക്കോസ്ലീഹയുടെ സുവിശേഷം 12 അധ്യായത്തിന്റെ 34 കേട്ട വാക്യം ഏതാണ്, നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെ നിങ്ങളുടെ ഹൃദയം ഇരിക്കും. അപ്പൊ എന്റെ നിക്ഷേപം എവിടെയായിരിക്കണം, യഹോവയിൽ എന്റെ ഹൃദയം ഉറച്ചിരിക്കണം. അടുത്ത വാക്യത്തിൽ പറയും, തുടക്കത്തിൽ പറയുന്നു, യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെടുക. അപ്പൊ എന്റെ ധൈര്യം ദൈവത്തിലായിരിക്കണം,
എൻ്റെ പോക്കറ്റിൽ കുറേ പൈസയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എന്തൊക്കെയോ ജോലിയുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ഉള്ള കാലത്ത് ഇപ്പം വലിയ കുഴപ്പമില്ല. ഇതിൽ ധൈര്യപ്പെടരുത് കേട്ടോ, ഇതിൽ ധൈര്യപ്പെടരുത്. യഹോവയിൽ പ്രത്യാശ വെക്കണം. ഞാൻ പറഞ്ഞില്ലേ, പ്രത്യാശ എന്ന് പറഞ്ഞാൽ വിശ്വാസവുമായിട്ട് ബന്ധമുള്ളതാണ്. തുടക്കത്തിൽ നമ്മൾ കേട്ടില്ലേ, കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. അപ്പൊ വിശ്വാസമുള്ളവിടത്ത് പ്രത്യാശയുണ്ട്. ദൈവം, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ഒന്നും കാണുന്നില്ലല്ലോ. വിശ്വസിക്കുമ്പോൾ പ്രത്യാശയിൽ നിങ്ങൾ ബലപ്പെടും. അതിന്റെ അർത്ഥം ഇന്ന് എനിക്കൊന്നും കാണാൻ പറ്റത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇന്ന് എനിക്ക് ഇല്ലെന്നല്ല. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് നാളെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതമായി ഞാൻ കാണാൻ വേണ്ടി പോവാ. ഇന്ന് വിശ്വസിക്കണം. ചിലർ പറയത്തില്ലേ, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ബ്രദറെ, ഞാൻ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ദൈവത്തിനോട് നിൽക്കും. അല്ല, ഇന്ന് വിശ്വസിച്ചുകൊണ്ട് നിൽക്കണം. വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാകുന്നറിയോ, ദൈവത്തിലൊരു പ്രത്യാശ. ഇല്ല, ഇന്ന് എൻ്റെ അവസ്ഥ ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നതിലൊക്കെ വിപരീതമായിരിക്കും, പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, ഞാൻ യഹോവയിൽ പ്രത്യാശ വെക്കുന്നു. മൈ ഹോപ്പ്, എൻ്റെ പ്രത്യാശ യഹോവയിലാണ്. അടുത്ത വാക്യം എന്നിട്ട് പറയാണ്, പ്രത്യാശയിൽ ധൈര്യപ്പെടുക. അപ്പൊ ധൈര്യപ്പെടേണ്ടത് എവിടെയാണ്? പ്രത്യാശയിൽ ധൈര്യപ്പെടുക. പ്രത്യാശയിൽ ധൈര്യപ്പെടുക. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രത്യാശയിൽ ധൈര്യപ്പെടണം. എൻ്റെ അർത്ഥം, എൻ്റെ ഭാവി ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതമാണ്. ഇന്ന് പലരും ചോദിക്കുന്നില്ലേ, എന്തായി നിങ്ങളുടെ ജീവിതം, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉറവണം? ഇല്ല, ഞാൻ ജീവനുള്ളവർ ദേശത്ത് ഞാൻ അത്ഭുത സാക്ഷിയാകും, ഞാൻ നന്മ കാണും. ദൈവം എനിക്ക് വേണ്ടി നന്മ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിൽ ഉറപ്പാ, എൻ്റെ നാളങ്ങൾ ഏറ്റവും അത്ഭുതമായി തീരും. പ്രത്യാശ വെക്കുക. നോക്കി, യഹോവയിൽ പ്രത്യാശ വെക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയിൽ പ്രത്യാശ വെക്കുക. യഹോവയിൽ പ്രത്യാശ വെക്കുക. 1-2 നിമിഷങ്ങൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, നന്ദി പറയുന്ന കർത്താവേ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ സൗഖ്യങ്ങൾ നിറയട്ടെ. ഞങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് സൗഖ്യങ്ങൾ നിറയട്ടെ. മനസ്സിൻ്റെ അകത്ത് ഭാരങ്ങൾ വിട്ടും മാറട്ടെ. മനപ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. എല്ലാ ശൂന്യമായ ഭാരങ്ങളും അവസ്ഥകളും ഇപ്പോൾ നീങ്ങി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടട്ടെ. ദൈവത്തിൽ ഉറയ്ക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ശക്തിയാൽ നിറയട്ടെ. ദൈവത്തിൻ്റെ ബലത്താൽ ഇവിടെ നിറയട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നപ്പ അത്ഭുതകരമായ സാക്ഷ്യമായി തീരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ വചനം പറയുന്നു, യഹോവയിൽ പ്രത്യാശ വെക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഇനി നിങ്ങൾ മറ്റൊരു വാക്യം ഞാൻ കാണിച്ചു തരാവേ. സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. നോക്കിയ പൂർണ്ണ ഹൃദയം, അതായത് പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു നാട്ടു മലയാളം, ഒരു ലോക്കൽ മലയാളം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു മലയാളത്തിൽ ഒന്ന് പറഞ്ഞു തന്നെ, എന്താണ് പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞാൽ? ഒന്നും കുറവില്ലാത്ത രീതിയിൽ മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും അത് തന്നെ നല്ല മലയാളം എന്ന് പറഞ്ഞാൽ മൊത്തമായി, മുഴുവനായും. നമ്മൾ പറയത്തില്ല, എൻ്റെ കയ്യിലെ കാശ് മുഴുവൻ ഞാൻ കൊടുത്തു, മുഴുവൻ കൊടുത്ത് നമ്മളത് വാങ്ങി. എൻ്റെ അർത്ഥം ഒരല്പം പോലും മിച്ചം വെക്കാതെ മുഴുവൻ യഹോവയിൽ ആശ്രയിക്കുക, പൂർണ്ണ ഹൃദയം. അതിൻ്റെ അർത്ഥം മുമ്പിലെ എൻ്റെ പ്രതീക്ഷയും ദൈവത്തിലായിരിക്കണം, ദൈവവചനത്തിലായിരിക്കണം. 100% എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. എൻ്റെ ബ്രദറെ, എനിക്ക് എൻ്റെ പ്രശ്നങ്ങളെ നോക്കിയാൽ, എൻ്റെ വിഷയത്തെ നോക്കിയാൽ, എൻ്റെ മുമ്പിലെ ശൂന്യത നോക്കിയാൽ, എൻ്റെ കടഭാരം നോക്കിയാൽ, എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് നോക്കിയാൽ, എൻ്റെ പിള്ളേരുടെ വിഷയം നോക്കിയാൽ, എൻ്റെ ഭാവി നോക്കിയാൽ, ബ്രദറെ, എനിക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റത്തില്ല, ചിരിക്കാൻ പറ്റത്തില്ല, സന്തോഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ഇല്ല, ജീവനുള്ളവരുടെ ദേശത്ത്, അതായത് നാട്ടുകാരുടെ നടുവിൽ, വീട്ടുകാരുടെ നടുവിൽ, സഹോദരങ്ങളുടെ നടുവിൽ, കൂട്ടുകാരുടെ നടുവിൽ ഞാൻ നന്മ കാണും. എത്ര ശതമാനം ഉറപ്പാ? പൂർണ്ണമായി ഉറയ്ക്കുന്നു. ഞാൻ മുഴുവൻ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക. ദൈവം ഞാൻ എപ്പോഴും വിശ്വസിക്കുക, കർത്താവ് എനിക്ക് നല്ലൊരു ആഹാരം കിട്ടിയ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല, സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നതാണ്. അങ്ങനെ വിശ്വസിക്കണം നമ്മൾ. അങ്ങനെ പറഞ്ഞ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വിശ്വസിക്കും നമ്മൾ. നമ്മൾ പറയത്തില്ല, ഓ ഇന്ന് 10 രൂപ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് അരിയും പച്ചക്കറിയൊക്കെ മേടിക്കാൻ പറ്റി, 1000 രൂപ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് പറ്റിയില്ലേ എന്ന് പറയാതെ, ദൈവം തന്നത് കൊണ്ടാണ് കേട്ടോ, ദൈവം തന്നതുകൊണ്ടാന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്തോടുള്ള പൂർണ്ണാശ്രയത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അകത്ത് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഓപ്പറേഷൻ ഉണ്ടാവും.
ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ അങ്ങനെ സാറായും വാക്തത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ ശക്തി പ്രാപിച്ചു. എന്തിന്? പുത്രോത്പാദനത്തിന്. അപ്പൊ നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അടുത്ത വാക്യം നോക്കിയേ, സ്വന്തം വിവേകത്തിലൂന്നരുത്. ഡോണ്ട് ട്രസ്റ്റ് യുവർ ഐഡിയാസ് കൊടുത്തേക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങളുടെ ചിന്തകളിലോ നിങ്ങളുടെ ബുദ്ധിയിലോ നിങ്ങൾ ആശ്രയിക്കരുത്. ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, നമ്മുടെ ബുദ്ധിക്ക് ഒരു പ്രത്യേകതയുണ്ട്, എപ്പോഴും ലോജിക്കുകളെ അന്വേഷിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എസെക്കിയേലിനെ കൊണ്ടുവന്ന ദൈവം അസ്ഥി താഴ്വരയിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഈ അസ്ഥിയെ നോക്കി ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇതൊരു ദർശനമാണ്. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് വെച്ചപ്പോഴേക്കും പ്രവാചകൻ പറഞ്ഞു, കർത്താവേ അങ്ങെല്ലാം അറിയുന്നല്ലോ. കാര്യം ഞാൻ ചിന്തിക്കുന്നു, പ്രവാചകൻ ബുദ്ധിക്കകത്തോട്ട് തപ്പിയിട്ട് മുഴുവൻ എന്ത് ചെയ്യുന്നില്ല, തോമാച്ചന്റെ അസ്ഥികുടത്തോട്ട് മത്തായുടെ അസ്ഥി ചേരത്തില്ല. ഇത് ഏത് തോമാച്ചൻ ഏത് വർഗീസ് എന്നറിയാതെ ഇങ്ങനെ ചെതറിക്കിടക്കുക, അസ്ഥി കൂമ്പാരവാ. ഇതിന്റെ അകത്തോട്ട് എങ്ങനെയാണ് ഒരു ജോയിന്റ് ഉണ്ടാകുന്നത്? അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, കർത്താവേ നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, നീ അസ്ഥിയെ നോക്കി പ്രവചിച്ച് പറയേണ്ടത് യഹോവയുടെ വചനത്തെ കേൾക്കുക. അപ്പൊ ബുദ്ധി നിങ്ങളോട് ഞാൻ ഇപ്പം വേഗത്തിൽ, നമ്മുടെ പള്ളിയിലൊക്കെ പണ്ട് ഓർമ്മയില്ലേ, ഈ ശവക്കോട്ടയുടെ ഏറ്റവും ഒരു മൂലയ്ക്ക് ഈ ഒരു അസ്ഥികളെ കൊണ്ട് കൂമ്പാരം ഇടുന്ന ചെറിയൊരു കുഴിയുണ്ടല്ലേ, അസ്ഥികുടങ്ങളെല്ലാം പെറുകി കൊണ്ടുവന്ന് എന്ത് ചെയ്യും, അവിടെ ശവക്കോട്ടയിൽ ഇപ്പൊ അതില്ല, ഇപ്പൊ അതെല്ലാം സെല്ലുകളായിട്ട് മാറി. ശവക്കോട്ടയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ കാണുമായിരുന്നു കുറെ അസ്ഥികളെല്ലാം കൂമ്പാരമായിട്ടിട്ടിരിക്കുന്ന ചെറിയൊരു കുഴി, ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് നിങ്ങൾ മരിച്ച നിങ്ങളുടെ പഴയ അപ്പച്ചന്റെ അസ്ഥി തപ്പിയാൽ, അപ്പച്ചന്റെ കയ്യോ കാലോ തപ്പിയാൽ കിട്ടത്തില്ല. കാര്യം അതിങ്ങനെ ചെതറിക്കിടക്കുവാണ്, കൂന കൂടി കിടക്കുവാണ്, അതെല്ലാം കുഴഞ്ഞ് മറിഞ്ഞു കിടക്കുവാണ്. ഇതിനെ നോക്കിയിട്ട് ഞാൻ പറയാൻ പോവാണ്, നിങ്ങളുടെ അപ്പച്ചന്റെ അസ്ഥി ഇപ്പൊ ജീവിക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്ക് പറയും, എന്റെ സഹോദര, എന്റെ ബ്രദറെ, എന്നാ പറയണം, ഇതിൽ ഏതാ അപ്പച്ചന്റെ അസ്ഥി എന്ന് എനിക്ക് അറിയത്തില്ല. ഇതാണ് വിവേകം. ഇതാണ് ലോജിക്കുകളെ കൊണ്ട് നമ്മളെ പലപ്പോഴും കുടുക്കാൻ നോക്കുന്നത്. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അടുത്ത വാക്യം നിങ്ങൾ നോക്കിയേ. അടുത്ത വാക്യത്തിൽ പറയുന്നു, എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. കണ്ടോ, ദൈവത്തെ നനയ്ക്കുക, ചിന്തിക്കുക. നമ്മൾ ഇന്നലെ കേട്ടല്ലോ, വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ചിന്തിക്കുക. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിശ്വാസം എന്നതും ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണണം. ഞാൻ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാ അത്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ വിശ്വാസത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ പണിതെടുക്കണം. ആദ്യമൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുന്ന ബുദ്ധിമുട്ടാ. തുടർച്ചയായിട്ടുള്ള വചന വായനയിലൂടെയും വേറ്റുപറച്ചിലൂടെയും നമുക്കത് നമ്മുടെ ഉള്ളത്തിൽ അത് നിറയും. അതുകൊണ്ടാണ് യോശുവോട് പറഞ്ഞത്, രാവും പകലും നീ എൻ്റെ വചനത്തെ ധ്യാനിക്കണം. അതിലൂടെ നമ്മുടെ മനസ്സ് പ്രിപ്പയർ ആവും, ലോജിക്കുകളെ ബ്രേക്ക് ചെയ്യോടെ. ഇന്ന് പലപ്പോഴും നിങ്ങളെ കൊണ്ടുവന്ന് ഒരു അസ്ഥി കൂമ്പാരത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളും ഞാനും ചിലപ്പോൾ നമ്മളും ചോദിച്ചു, കർത്താവേ എന്ന് നമ്മൾ വിളിക്കും. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പാകപ്പെടണം, വിശ്വാസത്തിൽ വളരണം. വിശ്വാസത്തിന് എപ്പോഴും വളർച്ചകളുണ്ട്. ഇവിടെ നോക്കിയേ, അവൻ നിന്റെ പാതകളെ നേരെയാക്കും, നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത്. ഈ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമുക്കൊരിക്കലും ഇയ്യോബ് പറഞ്ഞതുപോലെ യോബിന്റെ അകത്തൊരു ഭയമുണ്ട്, ഇതെല്ലാം നഷ്ടപ്പെടുമോ. ദൈവം തന്നതിനെ ദൈവം സൂക്ഷിക്കും. നമ്മുടെ ഉള്ളിൽ ഈ ജ്ഞാനം കയറരുത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ജ്ഞാനമാണ്. അടുത്ത വാക്യം ഞാൻ പറയുന്നു, യഹോവയിൽ ഭയപ്പെട്ട്. ഇവിടെ ഭയം എന്ന് പറഞ്ഞത് യഹോവയെ പേടിക്കുക എന്നുള്ളതല്ല, സ്നേഹത്താൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസത്തിൽ ഉണ്ടാകുന്ന ചില ഇമോഷനുകളാണ് ഈ ഭയം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നിന്റെ നാവിക്ക് ആരോഗ്യവും നിന്റെ അസ്ഥിക്ക് തണുപ്പുമായിരിക്കുന്നു. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. പലപ്പോഴും നമ്മൾ ഈ സ്വോത്രവാഴ്ചയെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരത്തില്ല. പലരും ഇങ്ങനെ പറയാറുണ്ട്, ഈ ബ്രദർമാരും പള്ളിക്കാരും എല്ലാം കൊണ്ടുവന്ന് ഞങ്ങളുടെ പൈസ എല്ലാം കൊണ്ടുപോവുക. ചിലപ്പോൾ പറയാറില്ലേ, ചില ആൾക്കാർ ഇങ്ങനെ പറയും, നമ്മൾ കേൾക്കാറില്ലേ, ഇവരെല്ലാം പറ്റിച്ചുകൊണ്ട് പോവുക. അതെന്തുകൊണ്ടാണ് അവർ പറയുന്നറിയാവോ? അവരുടെ ചിന്തയിൽ അവർ അധ്വാനിച്ച പൈസ ദശാംശമായിട്ടും സ്വോത്രകാഴ്ചയായിട്ടും ഒക്കെ ഏതെങ്കിലും സ്വോത്രകാഴ്ച പാത്രത്തിടുമ്പോൾ നമ്മൾ ഇതിനെന്തുവാ, ഞാൻ അധ്വാനിച്ച പൈസ ഏതോ ബ്രദറിന്റെ ഏതോ പ്രാർത്ഥനയ്ക്ക് ഏതോ പള്ളിയിൽ എങ്ങാണ്ട് കൊണ്ട് ഞാൻ ഇടുന്നു, അതെല്ലാം ആരാണ്ട് കട്ടുകൊണ്ട് പോകും നമ്മുടെ ചിന്തയാ. പക്ഷെ ബൈബിൾ പറയുന്നു, യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. നമ്മൾ സ്വോത്രകാഴ്ച കൊടുക്കുമ്പോൾ നമ്മൾ എന്താ എന്നറിയാവും, ഞാൻ സ്വോത്രകാഴ്ചയെ പറ്റി പറയുമല്ല, ഇതിന്റെ കൂട്ടത്തിൽ കയറി വരുവാണ്. ഇതെല്ലാം നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുവാണ്. ദൈവത്തെ ബഹുമാനിക്കണം. ഒരു ബ്രദറിനും കൊടുക്കുകയല്ല കേട്ടോ. സ്വോത്രകാഴ്ച എന്ന് പറയുന്നത്, ദശാംശം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യയിൽ ഏതോ ബ്രദർ വരുന്നതുകൊണ്ട് ഇങ്ങോട്ട് താ എന്ന് പറയുന്നത് മേടിച്ചുകൊണ്ട് പോവല്ല. നമ്മൾ കർത്താവിനെ ബഹുമാനിക്കുക. സ്വർഗത്തിൽ അവിടെ കണക്കുണ്ട് പ്രിയരെ.
നിങ്ങൾ എത്ര കർത്താവിന്റെ വിലയ്ക്ക് കൊടുത്തിട്ടുണ്ടോ അതിനെല്ലാം കണക്ക് വെക്കുന്നൊരു ദൈവമുണ്ട്. യേശുക്രിസ്തു ആ വിധവയുടെ 2 അണ വരെ കണക്ക് പറഞ്ഞുവെങ്കിൽ, കണക്ക് പറഞ്ഞതല്ല, കണക്കിനെ വെളിപ്പെടുത്തുക. അപ്പൊ ദൈവത്തിന്റെ ഉണ്ട് ഇതെല്ലാം. അടുത്ത വാക്യത്തിൽ പറയുന്നു, അങ്ങനെ നിന്റെ കളപ്പുരയിൽ സമൃദ്ധി നിറയും. എങ്ങനെ? ആദ്യ ഫലം കൊണ്ടും യഹോവയുടെ എല്ലാ വിളവിലും കൊടുക്കുമ്പോൾ അവൻ നിന്റെ കളപ്പുരകൾക്ക് സമൃദ്ധി നിറയ്ക്കും. നിന്റെ ചക്കുകളിൽ വീഞ്ഞും കവിഞ്ഞൊഴുകും. നോക്കിയേ, അപ്പൊ ഇത്രയേ ഭാഗം നിങ്ങൾ നോക്കിയേ. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ മനസ്സിനെ എങ്ങോട്ട് കൊണ്ടുപോവുക? ദൈവത്തിലേക്ക് കൊണ്ടുപോവുക. നിന്റെ നിക്ഷേപം ഉള്ളോടത്ത് നിന്റെ ഹൃദയം ഇരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് കൊണ്ടുവരിക. എൻ്റെ വരുമാന മാർഗം, എൻ്റെ ആരോഗ്യം, എൻ്റെ ജീവിതം, എൻ്റെ തലമുറ, എനിക്കുള്ളതൊക്കെയും നോക്കിയിട്ട് പറയണം, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ ഞാൻ കാണും. ഇതെല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഈ വചനം പറയണം കേട്ടോ. എൻ്റെ കൂടെ ഈ വാക്യം ഒന്ന് ഉറക്കെ ഒന്ന് പറഞ്ഞ് ആ വീടിൻ്റെ അകത്തൊന്ന് മുഴങ്ങട്ടെ. നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ ഒന്ന് കേൾക്കട്ടെ, നിങ്ങളുടെ രോഗങ്ങൾ കേൾക്കട്ടെ, നിങ്ങളുടെ ഭയങ്ങൾ, ഭാരങ്ങൾ, മനസ്സിൻ്റെ കുടുക്കുകൾ ഇത് പറയുമ്പോൾ പൊട്ടിപ്പോകാൻ വേണ്ടി പോവുക. ഉറക്കെ ഈ വചനം മാത്രം ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞേ. ഞാൻ പറയുവാണ് ഇങ്ങനെ പറയും, ജീവനുള്ളവരുടെ ദേശത്ത് നന്മ കാണുമെന്നല്ല, നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടകാലമാണ്. കണ്ടോ? ഞാൻ വിശ്വസിക്കണം. ബ്രദറെ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ബ്രദറെ. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തോടെ യഹോവ പറഞ്ഞു, നിങ്ങൾ ചെന്ന് ഫെലിസ്ത്യർ, നെബൂസ്യർ, ഹിത്യർ, അങ്ങനെ 7 ജാതികളുടെ പാലും തേനും ഒഴുകുന്ന ദേശത്തെ കൈവശമാക്കുക. ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. യുദ്ധം ചെയ്യുന്നവന്റെ മുമ്പിലേക്ക് ദൈവം ഒരു ഓഫർ കൊടുക്കുക. പോയി ജയിക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നീ അവിടെ കൈവശമാക്കുക എന്നാ. അതിന്റെ അർത്ഥം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. ഇതാണ് ഉറപ്പ്, ദൈവത്തിന്റെ ഉറപ്പ് കൊണ്ട്. തമ്പുരാൻ പറയൂ, അനാക്യ മല്ലന്മാരാണ്, ഉന്തിയിട്ട് മറിച്ചിട്ട് വിഷം കൊടുത്ത് കൊന്നാലേ ഉള്ളൂ നിനക്ക് അവിടെ കൈവശമാക്കാൻ പറ്റുന്ന പറഞ്ഞു. നിനക്ക് ചെല്ലുക, നീ ചെല്ലുമ്പോൾ തന്നെ നിന്റെ മേൽ അവകാശത്തെ വെളിപ്പെട്ടു വരും. ഇതാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ. ആമേൻ. അപ്പൊ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. അപ്പൊ നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കണം? നമ്മുടെ ഹൃദയം യഹോവയിൽ ഇരിക്കണം. നമ്മുടെ ശരീരത്തെ നോക്കിയിട്ടൊന്ന് പ്രവചിച്ച് പറ, എൻ്റെ ശരീരത്തിൽ ദിവ്യ ആരോഗ്യം ഉണ്ടാകുമെന്ന് പറ. ബ്രദറെ 50 വയസ്സ് കഴിഞ്ഞ് ആരോ പറഞ്ഞു ഇനി പ്രഷറും ഷുഗറും അതും ഇതും മുട്ടുവേദനയും തേയ്മാനും ഒക്കെ വരും. കാര്യം എൻ്റെ വല്യമ്മച്ചിക്കും അമ്മച്ചിക്കൊക്കെ അങ്ങനെ ആയിരുന്നു. യഹോവയിൽ പ്രത്യാശ വെക്കുക. ബൈബിളിൽ ദിവ്യ ആരോഗ്യം പറയുന്നുണ്ട്. എന്താ ദിവ്യ ആരോഗ്യം? യേശുവിന്റെ തിരുമുറിവിനാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഫോമാണ് ഡിവൈൻ ഹെൽത്ത്. ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യിരെമ്യാവിൽ പറയുന്നു. ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തും. അപ്പൊ എന്താ ആരോഗ്യം? സൗഖ്യമല്ല അവിടെ പറയുന്നത്, ആരോഗ്യം വരുത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, അപ്പൊ ആരോഗ്യം എന്നുള്ളത് വാക്തത്വമാണ്. സൗഖ്യം രോഗിക്കാണെങ്കിൽ ആരോഗ്യം നിങ്ങളുടെ ശരീരത്തിനാണ്. അപ്പൊ ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ വചനവുമായിട്ട് നമുക്ക് ബന്ധം വേണം. ബ്രദറെ, ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബൈബിള് വായിച്ചുകൊണ്ടാണ് ബ്രദറെ ഇറങ്ങുന്നത്. അതല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ, ബന്ധമാണ്. വചനത്തിലുള്ള ആശ്രയമാണ്. എന്താണ് വചനത്തിലുള്ള ആശ്രയം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിലേക്കൊന്ന് തിരിച്ചു വരാം. ഇവിടെ എന്താണ് വചനത്തിലെ ആശ്രയം? നിങ്ങൾ വീട് വിട്ട് പുറത്തിറങ്ങുമ്പം, വീട് വിട്ട് പൂട്ടി പുറത്തിറങ്ങുമ്പം നിങ്ങൾ ആദ്യം, നിങ്ങളിൽ ഉണ്ടോ, താക്കോലിനെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്, വീട് വിട്ട് പുറത്തിറങ്ങി ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ആദ്യം നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പിക്കുന്ന പ്രധാന ഘടകം എന്തുമായിരിക്കും? എന്തായിരിക്കും? വീട് സുരക്ഷിതമാണ്. ഗേറ്റ് അടച്ചിരിക്കുന്നു. താക്കോൽ. വീട് പൂട്ടിയോ? വാതിലടച്ചോ? വാതിൽ പൂട്ടിയോ? ഞാൻ വീടിന്റെ താക്കോലെന്ന് പറയരുതേന്ന് പറഞ്ഞപ്പം വീടിന്റെ താക്കോല് തന്നെ നിങ്ങൾ പറഞ്ഞു. വീട് വിട്ട് നമ്മൾ യാത്രയ്ക്ക് പുറപ്പെടും ആരും തപ്പുന്നത് പേഴ്സ് ഉണ്ടാകുന്ന. താക്കോല് കിട്ടിയാൽ ബസ്സിൽ നിറക്കി വിടുവരല്ലേ? താക്കോല് കാണിച്ചാൽ ബസ്സിൽ ആരെങ്കിലും ഫ്രീ ആയിട്ട് വിടുവോ? ഫോൺ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങളെ കൊണ്ട് ഇറക്കുമോ? ഇല്ല. നമുക്ക് പ്രധാന ഘടകം പേഴ്സാണ്. കാര്യം ഇനി നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഈ പേഴ്സ് ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. നിങ്ങളിപ്പോൾ പ്രാർത്ഥനയ്ക്ക് കോട്ടയത്തോട്ട് വന്നു, തിരുവനന്തപുരത്തുനിന്ന് വീട് വിട്ട് പുറത്തിറങ്ങി, പോക്കറ്റിൽ താക്കോലുണ്ട്, സ്വോത്രം.
ട്രെയിനെ കയറി താക്കോല് കാണിച്ച് TTR എന്നാ പറഞ്ഞു? ആ, താക്കോലുണ്ടല്ലേ, സ്വോത്രം എന്നാണ് പറഞ്ഞത്? അല്ല, കാശിതാ, ടിക്കറ്റ് വേണം. അപ്പൊ നമ്മുടെ നിക്ഷേപം എന്താണ്? ആ സമയത്ത് നമുക്ക് കയ്യിലൊരു ഉറപ്പ് പേഴ്സാണ്. ഇതേപോലെ നിങ്ങളുടെ ഉള്ളത്തിൽ തമ്പുരാന്റെ വചനത്തിൽ എപ്പോഴും നിങ്ങൾ ഉറയ്ക്കണം. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ എപ്പോഴും ഉറയ്ക്കണം. കർത്താവിന്റെ വചനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉറയ്ക്കുന്നവരാകണം. ഞാൻ ആ വാക്യം ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ഇരമ്യാവിലെ ആ വാക്യം പറഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അതിലേക്കൊന്ന് വരാവേ. ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അകത്ത് 33-ാമത്തെ വാക്യത്തിൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഇരമ്യ പ്രവാചക പുസ്തകം, ഇരമ്യാവിന്റെ പുസ്തകം 33-ാമത്തെ വാക്യത്തിന്റെ 6 നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്നത്, ഇതാ ഞാൻ രോഗശാന്തിയും, നോക്കിയേ, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും, നോക്കി രണ്ടും രണ്ടായിട്ടാണ് പറഞ്ഞേക്കുന്നത്, രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തും. അപ്പൊ ആരോഗ്യം ദൈവം എനിക്ക് ആരോഗ്യം തരും. 50 വയസ്സാകുമ്പോൾ മുട്ട് തേയ്മാനം വരുമ്പോൾ, റിപ്പോർട്ട് നോക്കുമ്പോൾ പ്രഷറും ഷുഗറും ഒക്കെ വരുമ്പോൾ, ഡയബറ്റിക്കിന്റെ പേപ്പർ കയ്യിലിരിക്കുമ്പോൾ ഉടനെ പറയണം, ഇല്ല, ബൈബിൾ പറയുന്നു എനിക്ക് ആരോഗ്യമുണ്ട്. എത്ര ഇവിടെ ദൈവം വയസ്സ് പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾ എത്ര 16 മുതൽ 18 വയസ്സ് വരെ ഞാൻ സൗഖ്യമാക്കുമെന്നും എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ വയസ്സ് എഴുതിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് 100 വയസ്സാണെങ്കിലും 200 വയസ്സാണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ദിവ്യാരോഗ്യത്തോടെ ഇരിക്കും. യൂട്യൂബ് പറയുന്നത് അങ്ങനെയല്ല ബ്രദറെ. 60 വയസ്സ് കഴിഞ്ഞാൽ പരസ്യത്തിൽ കണ്ടല്ലോ മുട്ടിന് തേയ്മാനം ഉണ്ടാകുന്നു, യൂട്യൂബിൽ പറഞ്ഞല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അല്ല, യൂട്യൂബ് അല്ല നിങ്ങളെ നിയന്ത്രിക്കേണ്ടത്. നിങ്ങളുടെ നിക്ഷേപം വചനത്തിലായിരിക്കണം. ശരിയാ, നമ്മൾ പലപ്പോഴും ഇതെല്ലാം പറയുമ്പോഴും പതറിപ്പോവും. ഇതുകൊണ്ടാണ് യോശുവോട് തമ്പുരാൻ പറഞ്ഞത് രാവും പകലും ധ്യാനിക്കണം. ഈ ധ്യാനം കുറയുമ്പോഴാണ് ഉറപ്പ് കുറയുന്നത്. ഞാൻ പറഞ്ഞില്ല, മിറക്കിൾ, നിങ്ങളുടെ സാമ്പത്തിക അനുഗ്രഹത്തിന് വേണ്ടി കടവാരത്തിന്റെ അകത്തിരിക്കുന്നവര് ആ വീടിന്റെ അകത്തിരുന്നുകൊണ്ട് ഒരു വിശ്വാസത്തിൽ ഒരു ബുക്കിലോട്ട് അങ്ങ് എഴുതി വെക്കുക, കർത്താവ് എനിക്ക് എത്രയാണ് കടഭാരം, അതെനിക്ക് തന്നതിന് നന്ദിയെന്ന് പറ. കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുമെന്ന് പറ. എന്റെ ദൈവമേ, ആഴിയുടെ ആഴത്തിൽ എന്റെ ദൈവം ഒരുക്കുമെന്നൊക്കെ പറയണം. വിളിച്ചു പറയണം ഓരോ വാക്യങ്ങൾ. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും, ഞാനത് കാണുമെന്ന് പറ. തന്ന ദൈവം എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു പറഞ്ഞ് പഠിക്കരുതേ. ഈ കിട്ടിയാൽ മതിയായിരുന്നു പറഞ്ഞ് പഠിക്കുന്നതിന്റെ കുഴപ്പം എന്നറിയാവോ? കിട്ടിയാൽ മതിയായിരുന്നു പറയുന്നത് വിശ്വാസമല്ല, ഉറപ്പില്ലായ്മയാ. കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് അത് വിശ്വാസമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാ, ട്യൂണ് നോക്കി. നിങ്ങൾ എന്നോട് ചോദിക്കുക, ബ്രദറെ എനിക്കൊരു 10 രൂപ വായ്പ തരാവോ എന്ന് ചോദിക്കുന്നത് വിശ്വാസമല്ല, ഉറപ്പില്ലായ്മയാ. ഉറപ്പുണ്ടെങ്കിൽ ബ്രദറെ എനിക്ക് വേണം കേട്ടോ ഒരു 10 രൂപ. കണ്ടോ വ്യത്യാസം? കണ്ടോ? ഉറപ്പെന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ വാക്കിന്റെ അകത്തുള്ള ആ ട്യൂണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇവിടെ ബൈബിൾ പറയുന്ന, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണും എന്ന് ഞാൻ ആദ്യം വിശ്വസിക്കണം. എൻ്റെ തലമുറകൾ എൻ്റെ മുമ്പിൽ അത്ഭുത സാക്ഷ്യമാകും ആകണേ എന്നുള്ള പ്രാർത്ഥന ഇമോഷൻ പ്രാർത്ഥനകളാണ്. അതൊന്നും വിശ്വാസത്തിന്റെ പ്രാർത്ഥനയൊന്നുമല്ല. ആ പ്രാർത്ഥനകൾ പലപ്പോഴും പിശാചിനെ തടയുവാൻ കഴിയും, അറിയാവോ? ആ പ്രാർത്ഥനകൾ പലപ്പോഴും പിശാചിനെ സ്വാധീനിക്കുവാൻ കഴിയും. തരണമേ എന്നുള്ള പ്രാർത്ഥന യാചകന്റെ പ്രാർത്ഥനയാ, ദാസന്റെ പ്രാർത്ഥനയാ. മക്കളെങ്കിലോ അവകാശികളാണ്. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നു. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത്, അപ്പം നിങ്ങളുടെ നിക്ഷേപം എവിടെയാണ്? നിങ്ങളുടെ ബാലൻസ്, നിങ്ങളുടെ നിക്ഷേപം നിങ്ങളുടെ ബൈബിൾ വചനത്തിലും ദൈവത്തിലുമാണ്. യഹോവയിൽ പ്രത്യാശ വെക്കണം കേട്ടോ. ധൈര്യപ്പെടണം കേട്ടോ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കണം കേട്ടോ. അടുത്ത വാക്യത്തിൽ പറയുന്ന യഹോവയിൽ പ്രത്യാശ വെക്കുക. സദൃശവാക്യത്തിൽ പറഞ്ഞ പോലെ നിന്റെ എല്ലാ വഴിയിലും നീ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. എല്ലാ വഴിയിലും കർത്താവിനെ നനച്ചുകൊള്ളണം. എല്ലാ വഴിയിലും പോകുന്ന സ്ഥലത്ത്, പഞ്ചായത്തിൽ പോയാലും ജോലി സ്ഥലത്ത് ചെന്നാലും പ്രതിസന്ധികളുടെ നടുവിലും അവിടെ എല്ലാ വഴിയിലും ദൈവം ഒരു വഴി തുറക്കുമെന്ന് വിശ്വസിക്കണം. എൻ്റെ ബ്രദർ, എൻ്റെ ജോലി സ്ഥലത്ത് എനിക്കറിയത്തില്ല ബ്രദർ, എവിടെ നിന്ന് ഇട്ടേച്ചു പോയാൽ മതി എന്റെ ചിന്ത. അവിടെ ഇരുന്നുകൊണ്ട് പറയും, ഞാൻ ഇവിടെ തന്നെ ഫലം കാക്കി. ദൈവം ഇവിടെ ഉണ്ട്. എല്ലാ വഴിയിലും ദൈവം, എല്ലാ വഴിയിലും കർത്താവിനെ നനച്ചു കൊള്ളണം. സ്വന്തം വിവേകത്തിൽ ഊന്നരുതേ. എനിക്ക് പലപ്പോഴും, നമുക്കെല്ലാവർക്കും ഒരു മല്ലയുദ്ധം നമ്മുടെ മനസ്സിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ മുമ്പിലുള്ളതിനെ നമ്മൾ ആത്മീയമായിട്ട് വിവേചിക്കുന്നില്ല.
ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ കുറേ നാള് എനിക്കെതിരെ ചില പ്രശ്നം നടത്തിയവരെ ഞാൻ എന്ത് ചെയ്തു, ഇവരെന്ത് വിഷയ കർത്താവേ, ഇവരൊന്ന് മാറിയാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ഇതിനെ ആത്മീയമായിട്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് അവൻ അനുഗ്രഹമായി മാറും, എനിക്ക് അവർ അത്ഭുതമായി മാറും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെ എല്ലാ വഴിയിലും ദൈവത്തെ നനയ്ക്കുവാൻ തുടങ്ങി. അടുത്ത വാക്യത്തിൽ പറയുന്നു, ദൈവം നിങ്ങളുടെ പാതകളെ നേരെയാക്കും. നോക്കി, അങ്ങ് എന്ത് ചെയ്താല്? എല്ലാ വഴിയിലും ദൈവത്തെ നനച്ചാല് ദൈവം നമ്മുടെ പാതകളെ നിരപ്പാക്കുമെന്ന്. കണ്ടോ? ദൈവം നേരെയാക്കുമെന്ന്. അപ്പൊ എൻ്റെ ഓഫീസിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, തൊഴിലുറപ്പിലായിക്കോട്ടെ, ഇനി കളക്ടറേറ്റിലായിക്കോട്ടെ, മന്ത്രിസഭയിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, ജർമ്മനിയിലായിക്കോട്ടെ, നിങ്ങളുടെ ഭവനത്തിലായിക്കോട്ടെ, എല്ലാ വഴിയിലും ദൈവത്തെ നനച്ചു കൊടുത്താൽ ദൈവം നിങ്ങളുടെ പാതകളെ നേരെയാക്കും. പറയണം, അവിടെ ഞാൻ നന്മ കാണും, അവിടെ ഞാൻ നന്മ കാണും. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ പ്രവേശിക്കട്ടെ. സ്വർഗീയ നല്ല പിതാവേ, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപകൾക്കായി നന്ദി പറയുന്നപ്പ, അങ്ങയുടെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നപ്പ, എല്ലാവരും ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞു. എൻ്റെ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നപ്പ, അങ്ങയുടെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നപ്പ, വലിയ പ്രവൃത്തി ഞാൻ ഇന്ന് കാണും. വൻ കാര്യങ്ങളെ ഞാൻ ഇന്ന് അനുഭവിക്കുവാൻ സ്വർഗം എന്നെ ഇടയാക്കും. യേശുവേ നന്ദി പറയുന്നപ്പ, യേശുവേ നന്ദി പറയുന്നപ്പ. ഓ പരിശുദ്ധാത്മാവേ, ഞാനിത് എൻ്റെ ഉള്ളത്തെ കർത്താവ് ഒരു സുജ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ, ഈ സുജയ്ക്ക് മൂത്തതായിട്ടൊരു ചേച്ചിയുണ്ട്. ഈ സുധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മൂത്ത ഒരു ചേച്ചിയുണ്ട്. ആ മൂത്ത ചേച്ചിക്ക് ഒരു മകനെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം പറയുന്നു. ആ കുടുംബത്തെയും നിങ്ങളെയും ബന്ധപ്പെടുത്തി ദൈവം വലിയൊരു സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോവാണ്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, ഈ സുധ എന്ന് പറയുന്ന ആൾക്ക് മൂത്തൊരു ചേച്ചിയുണ്ട്. മൂത്ത ചേച്ചിക്ക് ഒരു മകനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇവർ രണ്ടുപേരെയും 3 പേരെയും ബന്ധപ്പെടുത്തി കർത്താവ് വലിയൊരു സാക്ഷ്യത്തെ തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആമേൻ പറഞ്ഞ് ആ ദൈവിക ആലോചനയെ സ്വീകരിച്ചാട്ടെ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വഴികളെ തുറക്കാൻ വേണ്ടി പോകുന്നു. അടഞ്ഞ അവസ്ഥകളെ സ്വർഗത്തിലെ ദൈവം അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു. യേശുവേ നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ അത്ഭുത സാക്ഷ്യങ്ങൾക്കായി നന്ദി പറയുന്നപ്പ, അസാധാരണമായ വാതിലുകൾ തുറന്നു വരട്ടെ, നന്മകൾ തുറക്കട്ടെ, ഉയർച്ചകൾ തുറക്കട്ടെ, സകല പ്രതികൂലങ്ങളുടെ മേലും യേശുവിന്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യം തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പാ, ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പാ, യേശുവിന്റെ നാമത്തിൽ. കർത്താവ് എന്നെ ഒരു ഭവനം ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ആ ഒരു ഭവനത്തിൻ്റെ അകത്ത് തന്നെ, വീടിൻ്റെ അകത്ത് 2 ആധാരങ്ങൾ ഇരിക്കുന്ന ഒരു വീടാണ്. ആ 2 ആധാരം ഇരിക്കുന്നതിൻ്റെ അകത്ത് ഞാൻ കാണുന്നത്, ആ ഭവനം വീടിൻ്റെ ഒരു ആധാരവും ഉണ്ട്. അത് കൂടാതെ തന്നെ ഒരു സ്ഥലത്തിന്റെ വീട് ആ സ്ഥലത്തിലില്ല, സ്ഥലം മാത്രം കിടക്കുവാണ്. ആ ഒരു സ്ഥലത്തിന്റെ ആധാരവും കിടപ്പുണ്ട്. പക്ഷെ ഈ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഒരു ഭാരം ഉണ്ട്. അതായത് വീടുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഈ കിടക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാരം ഉള്ളത്തിലുള്ള ഒരു കുടുംബത്തെ കർത്താവ് എന്നെ ഇത് തൊടുന്നതായിട്ട് തമ്പുരാൻ പറയുന്നു. ഞാൻ കാണുന്നൊരു കാഴ്ച, ആ സ്ഥലത്തിൻ്റെ അകത്ത് സ്വർഗത്തിലെ ദൈവം ഒരു അത്ഭുത സാക്ഷ്യത്തെ തുറക്കാൻ വേണ്ടി പോകുന്നു. ഇന്ന് ഭാരമായിരിക്കുന്നത്, ഇന്നവിടെ വീടില്ല, വെറും പറമ്പ് പോലെ കിടക്കുവാണ്. പക്ഷെ കർത്താവ് അതിൻ്റെ മേൽ ഒരു സാക്ഷ്യത്തെ തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിന്റെ അത്ഭുതം അവിടെ തുറക്കട്ടെ. ബ്രദറെ, ഇത് എന്റെ സ്ഥലമാണ്. എന്റെ സ്ഥലമാണ് ബ്രദറെ. എന്റെ സ്ഥലമാണ്. ബ്രദറെ, 2 ആധാരമുണ്ട്. എന്റെ വീട്ടിലും ഞാനൊരു കേട്ടെ. താമസിക്കുന്നു. വേറെ സ്ഥലത്തിന്റെ ആധാരമുണ്ട്. എന്റെ വിൽപ്പനയെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്രദറെ. ഒരു മിനിറ്റ് കേട്ടെ. കർത്താവിന്റെ അടുത്തൊരു ആലോചന, അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ഒരു വാക്ക് പറയുന്നു. അതായത് ഈ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. നിങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഈ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ഒരു വാക്ക് കാണിക്കുകയാണ്. അതായത് ഈ സ്ഥലത്തിന്റെ മേൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈക്കേൽ ഒരു മനുഷ്യൻ വന്നിട്ട് ആ സ്ഥലത്ത് നിൽക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുക. ഈ ബൈക്കേൽ ഈ മനുഷ്യൻ വന്ന് നിന്നിട്ട് നിങ്ങളെ ഫോൺ ചെയ്ത ഒരു കാഴ്ചയും കർത്താവിനെ കാണിക്കുകയാണ്. ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്. ഇതൊരു അടയാളം പോലെ കർത്താവിനെ കാണിക്കുകയാണ്. ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നു, ആ ഭാരം, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, ആ ഭാരം കർത്താവ് അവിടെ നിന്ന് എടുത്തു മാറ്റുന്നു. ആ യേശുവിന്റെ നാമത്തിൽ ആ വന്ന വ്യക്തി മുഖാന്തിരം
ഒരു വാതിലിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. ഇനി ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഈ അനുഭവം ഉണ്ടായത് ആരാണോ, യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് അത്ഭുതത്തെ കർത്താവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. ദൈവം ആ വിഷയത്തിന് മേൽ ആ വ്യക്തി വന്ന വ്യക്തി മുഖാന്തിരം, അവിടുന്ന് വിളിച്ച വ്യക്തി മുഖാന്തിരം ആ കർത്താവ് വലിയൊരു സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പ. നന്മ തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ. അത്ഭുത സാക്ഷ്യത്തെ കർത്താവ് അങ്ങ് തുറക്കുന്നല്ലോ. അത്ഭുതകരമായ വ്യത്യാസത്തെ കർത്താവ് അങ്ങ് പ്രവർത്തിക്കുന്നല്ലോ. ഞങ്ങൾ അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഭാരം വിട്ടൊഴിഞ്ഞ് സമാധാനം അവിടെ ഉണ്ടാകുന്നതിന് നന്ദി പറയുന്നു. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളത് റിലീസ് ചെയ്യുന്നപ്പ. സാക്ഷ്യമായി തീരട്ടെ, സാക്ഷ്യമായി തീരട്ടെ. യേശുവിന്റെ അധികാരമുള്ള ബാക്കി എല്ലാവരും മയക്കും. ആലോചന ഇടപെടുന്നവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റാൻ മതിയെ. ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്യും. പറഞ്ഞു. ബ്രദറെ, അത് ഞങ്ങളുടെ സ്ഥലമാ. ഈ പറഞ്ഞ ബൈക്കുകാരൻ ആരായിരുന്നു വന്നത്? അതൊരു ബ്രോക്കർ ആയിരുന്നു. അത് സ്ഥലം വിൽക്കാനിട്ടേക്കുവാ. ആ പുള്ളിയാണോ അവിടെ നിന്ന് വിളിച്ചത്? അതെ. ആ വ്യക്തി മുഖാന്തരം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഡോർ തുറക്കാൻ വേണ്ടി പോവാണ്. ആ വ്യക്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതൊരു സാക്ഷ്യമായിട്ട് തന്നെ മാറും. ഇനി അതോർത്ത് ഭാരപ്പെടേണ്ട. ദൈവം അതിന്റെ മേൽ മേൽത്തരമായതിനെ ഒരുക്കും. കർത്താവെ നന്ദി പറയുന്നു. നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന കർത്താവെ, യേശുവേ ആരാധന, യേശുവേ നന്ദി കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഓ യേശുവേ നന്ദി കർത്താവെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. ഓ യേശുവേ, ഞാനൊരു സാനന്ദ് എന്ന് പറയുന്ന ഒരു പേര് കർത്താവിൻ്റെ ഉള്ളത്തിൽ തരുക. സാനന്ദ്. ആ പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് സാനന്ദ് എന്നാണ് വിളിക്കുന്നത്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നൊരു കുടുംബത്തിന്റെ മേൽ പ്രവർത്തിക്കുന്നു പറയുന്നു. സൂമിലോ ലൈവിലോ ആ ഒരു മകനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം ആ കുടുംബത്തിന്റെ അകത്തൊരു സാക്ഷ്യത്തെ തുറക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുതം എന്ന കുടുംബത്തിന്റെ മേൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അനുഗ്രഹങ്ങൾ തുറക്കട്ടെ. യേശുവിന്റെ നാട് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. സാക്ഷ്യത്തിനായിട്ട് നന്ദി പറയുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുവാണ്. ആ ഭവനത്തിന്റെ തൊട്ടരികത്ത് ചേർന്നൊരു ഭവനത്തെ കർത്താവ് കാണിക്കുവാണ്. ഷെഫീഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി താമസിക്കുന്ന ഒരു ഭവനമാണ്. അത് നിങ്ങളുടെ ഒരു അയൽവക്കമായിട്ടാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ ഒരു കുടുംബവും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഷെഫീഖ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആ ഭവനത്തിന്റെ അകത്തുണ്ട്. ആ വ്യക്തി മുഖാന്തരം ആ കുടുംബത്തെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്താലുള്ള ചില വാതിലുകളെ കർത്താവ് തുറക്കുന്നതായിട്ട് പറയുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് സകല പ്രതിസന്ധികളും നീങ്ങി യേശുവിന്റെ സാക്ഷ്യമായി ആ ഭവനം തുറക്കട്ടെ. നന്മയായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ സാന്നിധ്യത്തിന് നന്ദി പറയുന്നപ്പ. കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിഷയങ്ങൾക്കകത്തുനിന്നും പുറത്തു വരട്ടെ. നന്ദി കർത്താവി, നന്ദി യേശുവി. കർത്താവിനെ മറ്റൊരു ഭവനം കാണിക്കുന്ന ആ ഒരു ഭവനത്തിന്റെ അകത്ത് കർത്താവിനെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെറ്റർ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച. ലെറ്റർ നിങ്ങൾ പൊട്ടിച്ച് വായിച്ചു. ലെറ്റർ പൊട്ടിച്ച് വായിച്ചിട്ട് ആ ലെറ്റർ ഇപ്പം ഇരിക്കുന്നത് ഒരു ഷെൽഫിന്റെ അകത്താണ്. ആ ലെറ്റർ വായിച്ച ലെറ്റർ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ഷെൽഫിലാണ്. ആ ലെറ്റർ ഇരിക്കുന്ന ഒരു വീടിന്റെ അകത്ത്. ആ ലെറ്റർ പൊട്ടിച്ച് വായിച്ച വ്യക്തിനെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ വ്യക്തിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടും ആ കുടുംബത്തിന്റെ മേൽ ആ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ. ആമേൻ പറഞ്ഞ ആലോചന ഏറ്റെടുത്താട്ടെ. ദൈവം ഒരു അടയാളം എന്നെ കാണിച്ചെന്നാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ സാക്ഷ്യമായി പറഞ്ഞു. ഒരു സാനന്ദ് എന്നുള്ളൊരു പേര് പറഞ്ഞല്ലോ. സായന്ത് എന്നാണ് സാനന്ദ് എന്നാണ്? സാനന്ദ് എന്ന് പറഞ്ഞു സാറേ. സായന്ത് എന്നാണ് എന്റെ മോന്റെ പേര്. സാനന്ദ് എന്നാണ് ഞാൻ കേട്ടത്. സാനന്ദ് എന്നാ കേട്ടത്. ഓ, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. നന്ദി കർത്താവെ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ ആരാധന.
ഭവനങ്ങളുടെ മേൽ കർത്താവിന്റെ വലിയ പ്രവർത്തികളെ കൊണ്ടിട്ട് അപ്പ ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ കാണുന്നവരൊക്കെ എൻ്റെ കൂടെ ഇന്ന് വിശ്വസിച്ച് കർത്താവ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ നന്മ കാണും, നന്മ കാണും, നന്മ കാണും, നന്മ കാണും. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, നന്മ കാണും. ജീവനുള്ളവരുടെ ദേശത്ത്, അതായത് സകല മാനവജാതിയുടെ നടുവിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നന്മ കാണും, നന്മ കാണും. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. യേശുവേ നന്ദി കർത്താവേ. കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലപ്പ. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ആ ഭവനത്തിലുള്ള ഒരു വ്യക്തിയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബത്തിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ്. ആ വ്യക്തിയുടെ മരിച്ചുപോയ മരണാനന്തര ചടങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അതായത് ആ സമയത്ത് സംസ്കാരം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ, ആ ഒരു പോസ്റ്റർ ബാലൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുവാണ്. അതിങ്ങനെ അവിടെ ഈ വീട്ടിലുണ്ടത്, അത് കിടക്കുന്നുണ്ട്. അത് ആ ഒരു കുടുംബത്തെ, അതായത് കയറി വരുന്നിടത്ത് തന്നെയാണ് അത് കിടക്കുന്നത്. അത് കിടക്കാന്ന് പറഞ്ഞാൽ നേരിട്ട് കാണുന്ന വെച്ചെടുത്തല്ല വെച്ചിരിക്കുന്നത്, പക്ഷെ അതോടെ ഇരിപ്പുണ്ട്. ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മരണം നടന്ന ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ആ കുടുംബത്തിൻ്റെ മേൽ ഇവരൊരു ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ. നന്മയായി കർത്താവ് ഈ ദിവസങ്ങളിൽ തുറന്നു വരട്ടെ. ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ വലിയ കൃപ അവിടെ തുറക്കുന്നല്ലപ്പ. അത്ഭുത സാക്ഷ്യമേ കർത്താവ് ആ ഭവനത്തിന്റെ മേൽ തുറക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവെ, ആ ഭവനത്തിന്റെ മേൽ ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ. ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നന്മയുണ്ടാകട്ടെ, സകല പ്രതിസന്ധികളും മാറട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവ് സഹായിക്കുന്നല്ലോ. ദൈവം അത്ഭുത സാക്ഷ്യമാക്കി ഇന്ന് ഞങ്ങളെ തീർക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വത്തിനായി സ്തുതിക്കുന്നപ്പ, വലിയ മഹത്വത്തിനായി സ്തുതിക്കുന്നല്ലപ്പ. യേശുവെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾക്കായി സ്തുതിക്കുന്നപ്പ. കർത്താവെ, ഇന്ന് ഞാൻ കാണുന്ന മറ്റൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ ഒരു 2 തലമുറകളെ സ്പർശിക്കുന്നതായിട്ട് കർത്താവ് പറയുകയാണ്. 2 തലമുറകളുടെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുന്നു. അതിൻ്റെ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നത്. അതായത് നമ്മൾ ഈ ഫ്ലൈറ്റ്, എയ്റോപ്ലെയിൻ്റെ, ഹെലികോപ്റ്ററിന്റെ പടമല്ല, ഈ ഫ്ലൈറ്റിന്റെ ചെറിയൊരു മിനിയേച്ചർ പോലെ ചെറിയൊരു ഒരു സംഭവം, അതായത് ഒരു എയ്റോപ്ലെയിൻ്റെ ഷേപ്പ്, ആ ഷേപ്പിലുള്ള ഒരു കളിപ്പാട്ടം എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെതായിട്ടുള്ള ഒരു മിനിയേച്ചർ പോലെ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ കുടുംബത്തിൻ്റെ അകത്തൊരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്നു. അതേപോലെ അതൊരു എയ്റോപ്ലെയിൻ, ഒരു യാത്ര കർത്താവ് ആ കുടുംബത്തിന് മേൽ തുറക്കുന്നതായിട്ട് പറയുന്നു. അതിൻ്റെ ഒരു മിനിയേച്ചർ പോലെ ഒരു ഭവനത്തിലുണ്ട്. അത് അത് ശരിക്കും പറഞ്ഞ ഒരു ടോയ് ആണ്, പക്ഷെ അത് ഇരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുവാണ്. തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട ദൈവം ഒരു യാത്രയെ ഒരുക്കാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ രണ്ട് തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട, ഞാൻ പറയുന്നത് 2 ആൺതലമുറകളുമായിട്ട് ബന്ധപ്പെട്ട പറയുന്നത്, ആൺതലമുറ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവിനാൽ ഉണ്ടാക്കുന്ന ഒരു യാത്രയ്ക്കായിട്ട് ദൈവം ഒരുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഈ ഒരു ഇതാണ് ഞാൻ കണ്ടത്. അതായത് ഹെലികോപ്റ്റർ അല്ല, ഈ ചെറിയൊരു മിനിയേച്ചറാണത്. ഒരു ഫ്ലൈറ്റ് യാത്ര, അതുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും യാത്ര കണ്ടു. അതേപോലെ തന്നെ ഒരു അടയാളമായിട്ട് അതാ കണ്ടത്. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോ കർത്താവിന്റെ വലിയ മഹത്വത്തിനായി സ്തുതിക്കുന്നപ്പോ യേശുവേ നന്ദി പറയുന്നപ്പ, യേശുവേ നന്ദി പറയുന്നപ്പ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ സൂമിൽ കാണുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഷിനി ജോർജ് എന്നുള്ള പേര് ഇതിൽ കാണുന്നു. ഞാനിപ്പോൾ പേര് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഷിനി ജോർജ് എന്നൊരു പേര് നമ്മുടെ സൂമിൽ കാണുന്നുണ്ട്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഷിനി ജോർജിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുവാണ്. ഷിനി ജോർജിനോട് പറയുന്നത്, ഞാനിപ്പോൾ പേര് കണ്ടു. ഇതിൻ്റെ അകത്ത്
ഷിനി ജോർജിനോട് പറയുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. ഇങ്ങനെ ഒരു വാക്ക് ദൈവന്റെ ഉള്ളത്തിലോട്ട് തരികയാണ്. തല കുനിച്ചവരുടെ നടുവിൽ ദൈവം മാനിക്കാൻ വേണ്ടി പോകുന്നു. ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ ദൈവം ഉയർത്തുവാൻ വേണ്ടി പോകുന്നു എന്ന് ഷിനി ജോർജിനോട് പറയുവാൻ വേണ്ടി കർത്താവിനോട് പറയുകയാണ്. കർത്താവ് ഈ ദിവസങ്ങളിൽ തല ഉയർത്തി നിർത്തുവാൻ തക്കവണ്ണം, എല്ലാവരുടെ നടുവിൽ മാനിക്കുവാൻ തക്കവണ്ണം അത്ഭുതകരമായ ഡോറ് കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുതം ആ മകളുടെ മേൽ ഉണ്ടാകട്ടെ. ഇപ്പോൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഡോറുകൾ തുറന്നു വരട്ടെ. അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഉണ്ടായി വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുന്നല്ലോ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞ്, യേശുവിൻ്റെ നാമത്തിൽ ഇതെൻ്റെ സൗഖ്യത്തിൻ്റെ സമയമാണ്, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇതെൻ്റെ രോഗം മാറുന്ന സമയമാണ്, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യത്തിൻ്റെ സമയമാണ്, എൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ ഈ നിമിഷം ഞാൻ ആ സൗഖ്യത്തെ സ്വീകരിക്കുന്നു, ഞാൻ എൻ്റെ അത്ഭുതത്തെ സ്വീകരിക്കുന്നു, ഞാൻ എൻ്റെ അത്ഭുതത്തെ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, അങ്ങനെ സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ, അങ്ങനെ സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്ന കർത്താവെ, അത്ഭുതങ്ങൾ 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 ഇന്ന് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ അത്ഭുതം കർത്താവെ ഇപ്പോൾ തന്നെ ഓരോ വ്യക്തികളുടെ മേൽ സംഭവിക്കട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർ, വേദനയാൽ ഭാരപ്പെടുന്നവർ, ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തോട് മേൽ കൈവച്ച് ആ മുഴയോട് പറ, ഇപ്പോൾ നീ എൻ്റെ ശരീരത്തിൽ നിന്ന് അപ്രതീക്ഷമാകുകയാണ്. ഇപ്പോൾ ആ വേദനയോട് പറ, ഞാൻ നടക്കും, ഞാൻ ഓടും, ഞാൻ ചാടും, ഞാൻ ആരോഗ്യത്തോടെ നടക്കും, ഞാൻ കിടക്കയിൽ എണീക്കുകയാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യത്തെ തുറക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ മുറിവ് ഞങ്ങളുടെ ആരോഗ്യമാണ്, കർത്താവിൻ്റെ മുറിവ് ഞങ്ങളുടെ ആരോഗ്യമാണ്. ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും, ഞാൻ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കും, ഞാൻ സമൃദ്ധിയോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാവുക, മിറക്കിൾ മണി തുറന്നു വിടുക. ഈ ദിവസങ്ങളിൽ കടഭാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമായി തീരാൻ വേണ്ടി പോവുക. കർത്താവെ, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ പ്രോസ്പറായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രോസ്പെറിറ്റി ഞങ്ങളുടെ അവകാശമാണല്ലോ കർത്താവെ. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് സ്പർശിക്കുന്ന ഞങ്ങളുടെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ അത്ഭുത രോഗസൗഖ്യത്തിനും ഹൃദയം നുറുങ്ങിയവർ ഉള്ളത്തിൽ സമാധാനം ഉണ്ടാകുന്നു, ആ മുറിവുകൾ സൗഖ്യമാകുന്നു, മനപ്രയാസങ്ങൾ വിട്ടുമാറുന്നു, മനസമാധാനം നിറയുന്നു, സന്തോഷം നിറയുന്നു, തലമുറകളുടെ ഭാവി തുറന്നു വരുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്നപ്പ ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ആ രോഗം നിങ്ങളുടെ ശരീരം വിട്ട് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോയിരിക്കുന്നു, ആ വേദനകൾ നിങ്ങളുടെ ശരീരം വിട്ട് ഇപ്പോൾ തന്നെ മാറിപ്പോയിരിക്കുന്നു. അത്ഭുതത്തിനായി നന്ദി, അത്ഭുതത്തിനായി നന്ദി, അത്ഭുതത്തിനായി നന്ദി. യേശുവേ നന്ദി കർത്താവേ. സൗഖ്യം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്ത് എന്താണോ കഴിയാത്തത് ഒന്ന് ചെക്ക് ചെയ്യുക. ആ വേദന അവിടെ ഇല്ല, രോഗം അവിടെ ഇല്ല, യേശു തൊട്ടിരിക്കുന്നു. കർത്താവ് ഇന്ന് ഈ സകല ദിവസത്തിൽ കർത്താവ് ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ട്, ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്, വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അവരെല്ലാം അനുഗ്രഹിക്കുന്നപ്പ, രോഗക്കിടക്കയിലായിരിക്കുന്നവരെ സൗഖ്യമാക്കുന്നപ്പ, ഈ ദിവസങ്ങളിൽ ഏത് വിഷയത്തിൽ അവർ ഭാരപ്പെടുന്നു ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതത്തെ തുറക്കുന്നപ്പ തലമുറകൾ കൺമുമ്പിൽ അത്ഭുതമായി തീരും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്കിതിന് ശേഷം സാക്ഷ്യങ്ങളെ ഉള്ളവർക്ക് പറയാം. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വേലയിൽ മുന്നോട്ടുള്ള മീറ്റിങ്ങുകളിൽ പ്രാർത്ഥനകളിലൊക്കെ വിതച്ചവരെ ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങൾ കർത്താവിൻ്റെ വചനം കേട്ടതുപോലെ നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുകയാണ്. വിതയ്ക്കുന്നത് ദൈവത്തിൻ്റെ വയലിലാണ്. നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ, എല്ലാ മേഖലയിലും തകർന്നു പോകത്തില്ല, ഉയർച്ച പ്രാപിക്കും, വർധനവുണ്ടാകും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങളുടെ പുറകെ വരും. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നപ്പ മുന്നോട്ട് കർത്താവെ, അവർ ദേശാംശങ്ങളായിക്കോട്ടെ, അവരുടെ കർത്താവെ ഓഹരികളായിക്കോട്ടെ, അവർ കർത്താവിൻ്റെ വേലയിൽ വിതച്ചതൊക്കെ സ്വർഗത്തിൽ അവർ കണക്കൊണ്ട് ദൈവം അമർത്തി കുലുക്കി അവർ അളവിൽ മടിയിൽ കൊടുക്കുന്ന ദൈവമാണല്ലോ. അപ്പൊ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ചുരുക്കം വാക്കുകളിൽ പറയാം. ആലോചന ഇടപെട്ടവർ ഒരാൾ പറഞ്ഞതിന് ശേഷം ഒരേപോലെ ഒരേ ആലോചന ഉണ്ടെങ്കിൽ ഏറ്റെടുത്താൽ മതി, അത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്.
പറഞ്ഞു. എന്റെ പേര് അശ്വതി എന്നാണ്. ഉം, ഞാൻ പറഞ്ഞോ. ഇന്നലെ എനിക്ക് ന്യൂറോഫൈബ്രമ എന്ന് പറഞ്ഞ ചെറിയ ചെറിയ മുഴകളൊക്കെ ശരീരത്തിൽ മുഴുവനുണ്ട്. ഉം, ഞാൻ ഇന്നലെ 2-3 ദിവസമായിട്ട് തലയ്ക്ക് ഭയങ്കര ഭാരമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഉം, അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ സ്കാൻ റിപ്പോർട്ടിൽ ചെറിയൊരു ഫ്ലോ കുറവാണെന്നും ചെറിയൊരു സ്ട്രോക്ക് പോലെ ഉണ്ടെന്നും, സ്ട്രോക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്, പിന്നെ ഒരു ചെറിയ ബ്ലോക്ക് ഒക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ബാംഗ്ലൂർ മെയിൻ സെന്റ് ജോൺസിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ അവിടുന്ന് MRI എടുത്തപ്പം സ്ട്രോക്കിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ ബ്രദറോട് പറഞ്ഞു. അപ്പൊ ബ്രദർ ചോദിച്ചു ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ അങ്ങനെ ആന്ന് പറഞ്ഞു. പക്ഷെ മെയിൻ സെന്റ് ജോൺസിലെത്തി ബ്രദർ പ്രാർത്ഥിച്ചു. നോക്കിയപ്പം സ്ട്രോക്ക് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും ആമേൻ. പ്രാർത്ഥിച്ചു. ആമേൻ. നന്ദി കർത്താവ്. യേശു പറഞ്ഞ പോലെ തന്നെ ആദ്യം നോക്കിയപ്പോൾ സ്ട്രോക്കിന്റെ ആരംഭം ഉണ്ടായത്, രണ്ടാമതൊരു ചെക്ക് ചെയ്തപ്പോഴേക്കും വിശ്വസിച്ചു, പ്രാർത്ഥനയ്ക്ക് ശേഷം ചെക്ക് ചെയ്തപ്പോഴേക്കും അവിടെ ഒന്നുമില്ല എന്ന് പറയാൻ ഇടയായി തീർന്നു. കർത്താവ് അങ്ങ് തൊട്ട് സൗഖ്യമാക്കി ഇറവയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ ഹലോ, പറഞ്ഞോ കേൾക്കുന്നുണ്ട് പറഞ്ഞോ സിസ്റ്ററെ. ബ്രദറെ കേൾക്കുന്നുണ്ട്. കേ- അത് ഇന്നലെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സഹോദരി ഹോസ്പിറ്റലിലെ ശ്വാസകോശ ക്യാൻസർ ആയിട്ട്, അപ്പൊ അത് കിഡ്നിക്കും എല്ലാം ശരീരം മൊത്തം ബാധിച്ചു എന്ന് പറഞ്ഞാണ്. പിന്നെ ഇൻഫെക്ഷൻ ആയിട്ട് അവിടെ. അപ്പൊ ഹോസ്പിറ്റലിൽ ഞാന് ബ്രദർ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഹെഡ്സെറ്റ് വെച്ചത് എന്റെ ചവിട്ടിലും വെച്ച്, ചേച്ചീന്റെ ചവിട്ടിലും വെച്ചു. അപ്പം ആ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് പറയുന്നത്, അത് പ്രാർത്ഥന കഴിഞ്ഞാൽ പറയാം, മര്യാദക്ക് സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പൊ എന്നോട് പറയുന്നുണ്ട്, എന്തെന്നാ എന്റെ ശരീരത്തിൽ സംഭവിച്ചത് എനിക്ക് പറയാൻ പറ്റുന്നില്ല, എന്തെല്ലോ എന്റെ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് എന്തെല്ലോ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കൊരു മരണക്കിടക്കയിലുള്ള പോലെയാന്നുള്ള. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാനെല്ലാം പ്രാർത്ഥിക്കലുണ്ട് ബ്രദറെ. മരിച്ചവനെ ഉയർപ്പിച്ച ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം പുതിയ അവയവങ്ങൾ ശരീരത്തിലേക്ക് തരും. എപ്പോ ഈ രോഗം വന്ന സമയത്ത് ഇപ്പൊ പാസ്റ്റർ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയ ഈ വചനം ശരിക്കും ഒന്ന് മനസ്സിലാക്കിയ, ശരിക്കും ദൈവം ഒന്ന് അത് വെളിപ്പെടുത്തി തന്നത്. ഓരോ രോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, നമുക്ക് സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഓരോ വചനങ്ങൾ, അത് ഭയങ്കര ഒരു എന്താ പറയണ്ടേ, പറയുന്ന നമുക്കും ഹൃദയത്തിലുള്ള കേൾക്കുന്ന അവർക്കും ഭയങ്കര ഒരു ആശ്വാസമാണല്ലേ. എന്നാലും ഡോക്ടർ ഇപ്പം എന്താ പറയാ, ഇന്നലെല്ലാം ഭയങ്കര ശരീരത്തിന് ചൊറിച്ചലല്ല, എന്താന്നറിയില്ല. ഡോക്ടറിനെ പറയുന്നത് ഇങ്ങനെ ആന്റിബയോട്ടിക് ഒന്നും ഇങ്ങനെ എത്രയധികം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ബ്രദർ ഒന്ന് ശക്തമായി ഇനിയും പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാ എനക്ക് ഒരു ചേച്ചിയാണ്, വേറെ ആരില്ല, അമ്മയില്ല. അപ്പം യേശുവിനെ അറിയണം. യേശുവിനെ അറിഞ്ഞിട്ട് ആ സ്നേഹത്തിൽ ജീവിക്കണം. അത് അതാണ് എന്റെ ഏറ്റവും അത്ഭുതമായിട്ട് വലിയ തന്നെ പ്രാർത്ഥന. മാറ്റം കർത്താവ് അത് സാക്ഷ്യമാക്കി തന്നെ മാറ്റും. ഇന്ന് നമുക്ക് ആ കാണിച്ച വ്യത്യാസം തന്നെ, പ്രതികരിച്ച് തന്നെ വലിയ കാര്യമാണ്. ഈ ദിവസങ്ങളിൽ തന്നെ വലിയ സാക്ഷ്യമായിട്ട് തീരും. കർത്താവ് പുതിയ അവയവങ്ങളെ തരും ദൈവമാണ്. അങ്ങനെ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. അത് അത്ഭുത സാക്ഷ്യമായിട്ട് തന്നെ ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അതുപോലെ തന്നെ കർത്താവ് പ്രവർത്തിക്കും കേട്ടോ. രണ്ട് രേഖ, വീടിന്റെ ആധാരം ഒന്നിച്ചിട്ടുണ്ട്. അത് എന്റെ ഭൂമിന്റെ മേലെ നമ്മള് ഒരു സ്ഥലം വിലക്ക് വാങ്ങിയതാ. അപ്പൊ എന്റെ ഭർത്താവിന്റെ എന്റെയും പേരിൽ പകുതി പകുതി ആക്കി. അപ്പൊ എന്റെ ഭർത്താവിന്റെ സ്ഥലത്ത് നമ്മള് വീട് വെച്ച് താമസിക്കുന്നത്. അപ്പൊ അപ്പുറത്തെ സ്ഥലത്ത് വീട് വെക്കണം, 2 ആൺതലമുറയാ നിനക്ക്. അപ്പൊ അപ്പുറം വീട് വെക്കണം എന്നിട്ട്, പക്ഷെ ആ സ്ഥലത്ത് ഈ വീടിന്റെ ഉടമേന്റെ അമ്മേന്റെ ശവം മറവ് ചെയ്ത സ്ഥലമാണ് അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വീടെടുക്കാൻ ഒരു തടസ്സം പോലെ, ആർക്കും ഒരു ഇഷ്ടപ്പെടില്ല. പറയുമ്പോ എല്ലാവരും ആ ശവം വെച്ച ശ്മശാനത്തിലാണോ വീടെടുക്കുന്നത് എന്നെല്ലാം ചോദിച്ചിട്ട് അത് വലിയൊരു പ്രശ്നമായി. പക്ഷെ ഒരു സ്ഥലം എടുത്തിട്ട് വീട് എടുക്കാൻ ഇപ്പം വലിയ പ്രയാസമാണ്. അപ്പൊ ആ സ്ഥലം ഇങ്ങനെ ഇതുപോലെ കിടക്കുക, വേണ്ടാണ്ട് ആയ പോലെ. പ്രാർത്ഥിച്ച കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ദൈവം അത് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി സാക്ഷ്യമാക്കി സ്വർഗ്ഗം അത് മാറ്റും. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞു പറഞ്ഞു കേൾക്കുന്നുണ്ട്, പറഞ്ഞു. പ്രാർത്ഥനയ്ക്കായിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു.
സിസ്റ്ററെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണുന്ന പ്രെയർ ലൈനിലേക്ക് നയിക്കാം. കർത്താവ് അത്ഭുതം ചെയ്തു. ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഈ നിമിഷം മുതൽ കർത്താവ് എൻ്റെ വിഷയത്തിന്റെ മേൽ അത്ഭുതമായി നന്ദി പറഞ്ഞാൽ മതി. അത് സാക്ഷ്യമാക്കി തന്നെ കർത്താവ് മാറ്റും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. ഹലോ അങ്ങനെ തന്നെ പറഞ്ഞു പറഞ്ഞു ഹലോ ഈ ബ്രദറെ, എനിക്കൊരു സമയത്ത് സാക്ഷ്യം പറഞ്ഞു. പറഞ്ഞു ഹലോ സിസ്റ്റർ പറഞ്ഞു, കേൾക്കുന്നുണ്ട്. ബ്രദറെ, യേശു കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് എന്റെ തലയിൽ 2 മുഴയുണ്ട് ബ്രദറെ. അപ്പൊ ഫെബ്രുവരി മാസം 19 എനിക്ക് MRI സ്കാൻ ഉണ്ടായിരുന്നു. MRI ചെയ്തപ്പോഴത്തേക്കും പഴയ റിപ്പോർട്ടും പുതിയ റിപ്പോർട്ടും എടുത്ത് നോക്കിയപ്പോഴത്തേക്കും വേരിയേഷൻ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ദൈവമേ, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമല്ല എന്ന് വിചാരിച്ച്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞ് പല സ്കാനിങ് സെന്ററിലും റിപ്പോർട്ട് എഴുതുമ്പോഴത്തേക്കും വേരിയേഷൻസ് കാണിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ പോയപ്പോ ഞാൻ പഴയ റിപ്പോർട്ടും ഫിലിമും കൊണ്ടുപോയില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ് പഴയ റിപ്പോർട്ടുമായിട്ട് വന്നാൽ പഴയ റിപ്പോർട്ടും പുതിയ റിപ്പോർട്ടും എക്സ്റേ ആയിട്ട് നോക്കിയ ശേഷം ഗ്രോത്ത് ഉണ്ടെങ്കിൽ പഴയ റിപ്പോർട്ടിനും പുതിയ റിപ്പോർട്ടിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ സർജറി ചെയ്യണോന്ന് പറഞ്ഞു. ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ പോയത്. പക്ഷെ ഇന്ന് ഞാൻ പോയപ്പോഴത്തേക്കും പഴയ റിപ്പോർട്ടും എക്സ്റേയും എല്ലാം കൊണ്ടേ കാണിച്ച് 2 എക്സ്റേ ഫിലിമും വെച്ച് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞ് 2023 MRI എടുത്ത അതേ ഗ്രോത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, സർജറി ഒന്നും ചെയ്യണ്ട. യേശു കർത്താവിന് നന്ദി. അതുപോലെ പ്രാർത്ഥിച്ച ബ്രദറിനോടും ഞാൻ നന്ദി പറയുന്നു. തീർച്ചയായും സിസ്റ്റർ, ഇന്ന് സർജറി വേണ്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞെങ്കിൽ ഹലോ ഹലോ സിസ്റ്ററെ കേൾക്കുന്നുണ്ടോ? സർജറി വേണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ ഈ ദിവസങ്ങളിൽ ഇന്ന് അത് വളർന്നിട്ടില്ല, നമുക്ക് കേൾക്കാൻ സാക്ഷിയുടെ. പക്ഷെ അടുത്ത ദിവസങ്ങളിൽ പറയാം ഗ്രോത്ത് അവിടെ ഇല്ല എന്ന് കാണത്തക്കവണ്ണം കർത്താവ് ഇടയാക്കും. മുറുക്ക പിടിച്ചോണം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന അതാണ്. ഇനി അടുത്ത ചെക്കപ്പിൽ അതവിടെ ഇല്ല എന്ന് പറയാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന സിസ്റ്ററെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളവര്? സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുക. ഇതേപോലെ ഒത്തിരി പ്രവർത്തനങ്ങളെ കർത്താവ് ചെയ്യും കേട്ടോ. പറഞ്ഞു. ഞാൻ മാർച്ച് മാസത്തില് എനിക്കൊരു ദൂത് കിട്ടിയേ. അപ്പം ഞാൻ മാർച്ച് മാസം തൊട്ടാണ് ഈ ഒരു പ്രാർത്ഥനയില് പ്രാർത്ഥനയിൽ കയറാൻ തുടങ്ങിയേ. അപ്പം മാർച്ച് മാസത്തിൽ പാസ്റ്റ് ഒരു ദൂത് പറഞ്ഞായിരുന്നു. പിന്നെ ഒരു കനറ ബാങ്കിൽ കുറച്ച് സ്വർണ്ണ ഇരിപ്പുണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുന്ന ഇതിലായിട്ട് ആ വ്യക്തിക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ കർത്താവ് ഒരു ഇത് ചെയ്യാൻ പോവാണ്. അപ്പം അങ്ങനെ ഒരു ആലോചന പറഞ്ഞപ്പം പക്ഷേ ഞാനത് ഏറ്റെടുത്തു. കാരണം ഇപ്പൊ എനിക്ക് എന്റെ സ്വർണം മൊത്തം ഇങ്ങനെ നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു. അത് കനറ ബാങ്ക് അല്ല, CSB ബാങ്കിലായിരുന്നേ. അപ്പം അങ്ങനെ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പം എന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ഉണ്ടായിരുന്നു. കാരണം ഇത് പിന്നെ ആ ഒരു സാക്ഷ്യത്തില് എനിക്ക് പിന്നെ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ സ്വർണ്ണം ഒന്ന് എങ്ങനെയൊക്കെ എടുക്കാം. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു എടുക്കാൻ വഴിയില്ല, അത് നഷ്ടപ്പെട്ടു പോട്ടെ, എനിക്കൊരു മാർഗവും എന്ന് പറഞ്ഞു. പക്ഷെ ഈ ആലോചന ഫാസ്റ്റ് പറഞ്ഞ ഒരു 3-ാം ദിവസമായപ്പോ അത് നഷ്ടപ്പെടാത്ത രീതിയിൽ അതിന്റെ പലിശ അടച്ച് അത് ഇതാക്കി. അത് 3-4 വട്ടം നോട്ടീസ് വന്നതാ ഇതാവും പറഞ്ഞിട്ട്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞ പോലെ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു അത് ഇതൊക്കെ എടുക്കാൻ ഒരു സാധ്യത ഇല്ലെന്ന് പറഞ്ഞത് നഷ്ടപ്പെട്ടു പോട്ടെ എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ സഹോദരി അത് വിശ്വസിച്ചു. കർത്താവിന്റെ നാമത്തിൽ അത് നഷ്ടപ്പെട്ടു പോകാതെ ദൈവം ഒരു വഴി തുറന്നു. ഇനിയും കർത്താവ് അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വായ്പ മേടിക്കാതെ നന്മയാക്കി ദൈവം മാറ്റും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ഒരു സാക്ഷ്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് ഇടപെട്ട് പിന്നെ പച്ച അലമാരി 2 പാസ്പോർട്ട് ഉണ്ട്, അതിനുവേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചു. അപ്പം കുറെ നാളായിട്ട് എനിക്ക് അതിന് ശത്രു ഭയങ്കര തടയിട്ടിട്ട് പോകാതിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പാസ്റ്റർ പ്രാർത്ഥിച്ച കഴിഞ്ഞ സമയത്ത് എനിക്ക് എക്സാമിനെല്ലാം ഭയങ്കര തടസ്സമായിരുന്നു. എക്സാം 2 അറ്റൻഡ് ചെയ്തു. ഇനിയിപ്പോ 2ാമത്തേലും ഡേറ്റ് കിട്ടി. പിന്നെ പോകാനായിട്ട് ജർമ്മനിക്കുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്.
ആമേൻ. തീർച്ചയായിട്ടും രജിസ്റ്റർ പറഞ്ഞ തടസ്സമായിട്ട് നിൽക്കുമായിരുന്നു. ദൈവം ഇടപെട്ടു, അത് ദൈവം തൊട്ടു. പറഞ്ഞതുപോലെ തന്നെ ദൈവം ഇടപെട്ട ഒരു പ്രവചന ആലോചനയായിരുന്നു. ആ വഴി ദൈവം തുറക്കാൻ വേണ്ടി പോകാന്നുള്ളത് രജിസ്റ്റർ പറഞ്ഞ കഴിഞ്ഞ ദിവസം മുതൽ കുറേ പ്രാവശ്യം ബ്ലോക്കായി നിന്നല്ലേ, അത് കർത്താവ് തുറന്നു. ബാപ്പത്തായിരുന്നു പക്ഷേ ഒത്തിരി നാൾ മുന്നേ ബാപ്പത്തായിരുന്നു പോകുന്നുള്ളത്. അതിപ്പം നിറവേറാനായിട്ട് തുടങ്ങി. ആമേൻ. കർത്താവ് ദൈവത്തോട് ഇനിയും നന്ദി നടക്കും പറയുന്നു. സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി പറഞ്ഞു ലോർഡ്. പറഞ്ഞു. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. ഇത് എലിസബത്ത് ആണ്. ഇന്നലെ എനിക്ക് സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ബ്രദർ. ഞാൻ ഇന്നലെ ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ബ്രദർ പറഞ്ഞു എലിസബത്ത് എന്ന് പേരുള്ള ഒരു വ്യക്തിയുടെ മൂത്ത മകനെ സ്വർഗം തുറന്ന് അവൻ വലിയൊരു നന്മയിലേക്ക് പ്രവേശിക്കുന്നു. അവന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ മാറിപ്പോകുന്നുവെന്ന്. ഞാൻ ആ മെസ്സേജിനെ ഞാൻ പൂർണ്ണമായിട്ടും എനിക്കുള്ളതായിരുന്നു. ഞാനതിനെ റിസീവ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വചനത്താൽ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത് നന്മ കൊണ്ട് നിറയ്ക്കും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ആലോചന വിശ്വസ്തനാണ്. പ്രവചനം ഏറ്റെടുക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. താങ്ക് യു പറഞ്ഞു. ബ്രദർ. അതായത് ചാണ്ടി എന്നാണ് പേര്. ബ്രദറെ 3-4 ആഴ്ചയായിട്ട് ഞാനിപ്പോ ഈ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. മിക്കവാറും ദിവസങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ചിലപ്പോൾ 1-2-3 ദിവസം ഇടയ്ക്കില്ലാതെ. അന്നേരം ഞാൻ നേരത്തെ തൊട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ വിഷയം, സാമ്പത്തിക വിഷയമൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക സന്തോഷം അക്കാര്യത്തില് അതിന്റെ വേരോട് അത് പറഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നുകയാണ്. പക്ഷെ അത് മാനിഫെസ്റ്റ് ചെയ്ത പ്രകടമായ രീതിയിൽ അങ്ങോട്ടൊന്നും ആയിട്ടില്ല. എങ്കിൽ തന്നെ ഒരു പ്രത്യേക സന്തോഷം, അത് എങ്ങനെ അത് പറയാൻ അറിയത്തില്ല, ഒരു പ്രത്യേക ആനന്ദം, ഒരു സന്തോഷം ഉണ്ട്. പക്ഷെ പ്രകടമായിട്ട് പുറത്തു വരുന്നതിന് അത് പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനൊക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊരു സാക്ഷ്യമായിട്ട് ഞാൻ പറയും. നമ്മുടെ ഏറ്റവും വലിയ സൈന സിസ്റ്ററെ, അത് മനസ്സിന്റെ അകത്ത് അത് വന്നിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ സൈനാണ്. അത് കർത്താവ് സാക്ഷിയാക്കി മാറ്റി. നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനം ആദ്യം വരുന്നതിന്റെ കാരണം ദൈവപ്രവൃത്തി ആരംഭിച്ചതിന്റെ അടയാളമാണ്. ഉള്ളത്തിൽ സമാധാനം വരുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുക, വചനം പറയുക, വേഗത്തിൽ അത് നിറവേറും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. താങ്ക് യു ബ്രദർ. താങ്ക് യു ബ്രദർ. ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു എന്റെ സിസ്റ്റർ. നാത്തൂന് എന്റെ മോളുടെ കല്യാണാണ്. അപ്പൊ കല്യാണം ഉറപ്പിക്കുന്നതിന് മുന്നേ അവരുടെ സ്ഥലം വിറ്റിട്ട് വേണം കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായി. ഞാനും അവളൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷെ കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഉറപ്പിച്ചു. നാളെ കല്യാണം ഉറപ്പിച്ചു. നാളെ ഉറപ്പിച്ചു വെച്ചേക്ക. അപ്പൊ 5 ദിവസം മുന്നേ വരെ വിളിച്ചിട്ട് ഒരു സ്ഥലവും കച്ചവടമായിട്ടില്ല. 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിലും ഇല്ല ചേച്ചി. എന്തിട്ട് ചെയ്യ ദൈവമേ, പ്രാർത്ഥിച്ചു പോയപ്പോ ഞമ്മക്ക് നടക്കും, സമാധാനായിട്ടിരിക്കി എന്ന് പറഞ്ഞു. അങ്ങനെ അവര് 4 ആളും, അച്ഛനും അമ്മയും 2 മക്കളും വരെ ജോലിക്ക് പോണത്. കല്യാണം കാരണം കല്യാണം പറയാൻ എല്ലായിടത്തും കല്യാണം പറഞ്ഞു ഒക്കെ ചെയ്തു. 1 രൂപ കയ്യിലില്ല. അങ്ങനെ ഞാൻ എന്താ വെച്ചാ കുറച്ച് സാധനങ്ങളും കുറച്ച് പൈസയും കൊണ്ട് അവളെ വീട്ടിലേക്ക് പോയി അവളെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ച് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ശേഷിപ്പ് നിന്റെ കയ്യിലുണ്ടാവും യേശുവിന്റെ നാമത്തിൽ. അവള് കണ്ണ് നിറഞ്ഞ് ചേച്ചി വന്നപ്പോ തന്നെ അവിടെ ഭയങ്കര ഒരു സമാധാനം. അപ്പോഴേക്കും അവരൊരു ബന്ധുക്കള് 2 ആൾക്കാര് വന്ന് കുറച്ച് പൈസ കൊടുത്തു. പിന്നെ ഇന്ന് വരെ 50,000, 30,000, 1,00,000 അതുപോലെ ഞാനൊരു വള കൊടുത്തു. പിന്നെ സ്വർണങ്ങളൊക്കെ ഓരോരുത്തര് കൊടുത്തു. സമൃദ്ധിയായി. നാളെ കല്യാണം നടക്കാൻ പോവുക. സാക്ഷിയാണ് പറയണേ. തീർച്ചയായിട്ടും എല്ലാം ചെയ്തെന്ന് തീർച്ചയായിട്ടും നമ്മളൊരു ഭവനത്തിലുണ്ടെങ്കിൽ നീ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുന്ന പോലെ സഹോദരി, നിങ്ങൾ നിമിത്തം ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചതാണ്. നാളത്തെ ദിവസം സങ്കടമാകേണ്ട സ്ഥാനത്ത് ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. ബൈബിളിൽ പറഞ്ഞ പോലെ നീ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഇന്ന് ഇടയാക്കി. സിസ്റ്റർ മുഖാന്തരം കർത്താവ് കുടുംബത്തിന് തുറന്ന ആ വഴിക്കായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? മ്യൂട്ടായി ബ്രദറെ, മ്യൂട്ടായി. ഒരു മിനിറ്റ് ബ്രദറിന്റെ മൈക്ക് മ്യൂട്ടായി. ഒരു മിനിറ്റ് സോറി, ഇവിടെ മൈക്ക് മ്യൂട്ടായി പോയതാണ്. സിസ്റ്ററെ, ബൈബിൾ പറയുന്ന പോലെ നീ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് ബൈബിൾ പറയുന്നത് പോലെ സിസ്റ്റർ നിമിത്തം ആ കുടുംബത്തെ കർത്താവ് തൊട്ടതാണ്. അനേകർക്ക് ഇനി ഒരു അനുഗ്രഹമായി തീരട്ടെ. അനേകർക്ക് ഒരു ആശ്വാസമായി ദൈവം മാറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദർ.
പറഞ്ഞു സിസ്റ്ററെ. എന്റെ ഒരു ഫ്രണ്ട്സ് അന്നൊക്കെ പനി വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ കുട്ടി ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യണം, അതിലെല്ലാം നോർമലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടയേർഡ് ആവണമെന്ന് പറഞ്ഞു. ടെൻഷൻ ആവേണ്ട, സമാധാനത്തില് ഇങ്ങനെയൊക്കെ നീ ഭക്ഷണം കുറച്ച് ലിക്വിഡ് ആയിട്ടൊക്കെ കഴിക്കുക, ശരിയായിട്ട് വരും പറഞ്ഞു. അതിനുശേഷം ഇന്നലെ ഇന്നായിട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയി. ഒരു ദിവസം നന്നായിരുന്നു, പിറ്റേ ദിവസം എണിക്കാനേ വയ്യ പറഞ്ഞിരുന്നു. ടെൻഷൻ ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ആ ടെസ്റ്റിലെല്ലാം നോർമലി, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ബ്ലഡ് ഒന്ന് ലിവർ ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു ഒന്നേക്ക്. അത് ടെസ്റ്റ് ചെയ്യൽ ഒരു പ്രശ്നവുമില്ല ബ്രദർ. വലിയൊരു അനുഗ്രഹമാണ് അവിടെ നടന്നത്. ഡോക്ടർ പറഞ്ഞു ഒരു മരുന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ സംശയത്തിന് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവിടെയും പറഞ്ഞു നിങ്ങളുടെ സമാധാനത്തിന് വേണമെങ്കിൽ നിങ്ങൾ 5 ദിവസത്തെ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞു ആവശ്യമില്ലാണ്ട് മരുന്നൊന്നും കഴിക്കണ്ട, നിന്റെ സംശയത്തിനാണല്ലോ മരുന്ന് എന്നൊക്കെ പറഞ്ഞു. ഒരു കുഴപ്പമില്ല. പിന്നെ അവര് ഫുഡിന്റെ കാര്യം പറഞ്ഞു, തൈര്, പാല് ഇതൊന്നും കഴിക്കരുത് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് നീ എല്ലാം കഴിച്ചു, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, നമ്മൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു പ്രാർത്ഥിച്ച് കഴിച്ച് ദൈവം അവരുടെ പ്രവർത്തിക്കും. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഒരു വസ്തു കഴിക്കുമ്പോഴും ഒരു ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ച് കഴിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ മത്സ്യമാംസം കഴിക്കാൻ പറഞ്ഞു. ആ കുട്ടി അതൊന്നും കഴിക്കാറില്ല അത്ര. ഞാൻ പറഞ്ഞു അതൊക്കെ ലേറ്റ് ആയിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലണം, കുറേശ്ശെ കഴിക്കുക, എത്ര മതി, ഒരുപാടൊന്നും കഴിക്കണ്ട, ഓരോ പീസായിട്ട് കഴിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. നല്ലൊരു മാറ്റമുണ്ട്, സമാധാനമുണ്ട്, ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ദൈവത്തിന് നന്ദി. അതുപോലെ ദൈവം വലിയൊരു അനുഗ്രഹം ബ്രദറിന്റെ കുടുംബത്തിന് നൽകിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര വചനങ്ങളാണ് പറഞ്ഞത്, എത്ര പേരാണ് അറിയോ അതിൽ രക്ഷ പ്രാപിക്കുന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷിച്ച പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇത്രയും കേട്ടതുപോലെ തന്നെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും പ്രോബ്ലം ഉള്ള വ്യക്തിയായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു, വചനത്താൽ ബലപ്പെടുത്തി അവസരം ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ തങ്ങടയാത്തൊന്നും. പിന്നെ അവരുടെ ഉള്ളത്തിൽ ആ സഹോദരിക്ക് സംശയം കൊണ്ട് മറ്റു ഹോസ്പിറ്റലിൽ പോയി നോക്കി, അവിടെയും പറഞ്ഞു ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തിന് ഒരു മരുന്ന് കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ കർത്താവിന്റെ നാമത്തിൽ എത്ര കുഴപ്പമുള്ളതാണെങ്കിലും സൗഖ്യമാകുമെന്നുള്ളതിന്റെ വലിയൊരു സാക്ഷ്യമാണ് കേട്ടത്. ഇനിയും അനേകർക്ക് വേണ്ടി സിസ്റ്ററെ ബലപ്പെടുത്തുക, വചനം പറഞ്ഞ് അവരെ ശക്തീകരിക്കുക, അവരെ ഉറപ്പിക്കുക. അത്ഭുതങ്ങളും അസാധാരണമായ പ്രവർത്തികളും കർത്താവ് കാണിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ, സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. എന്നെ അവരൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടേ. ഒരു ദിവസം പ്രാർത്ഥന അവരുടെ വീട്ടില് ഞാൻ സൂം മീറ്റിംഗ് പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ എനിക്ക് പോവാൻ പറ്റില്ല. എപ്പോഴും എന്നെ വിളിച്ചൊന്നു നീ ഒരു ദിവസം വാ, നമുക്ക് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ദൈവം തന്നെ അനുഗ്രഹിക്കണം. എനിക്ക് സന്തോഷമാണ് അവര് വീട്ടിലേക്ക് പോകാനുള്ളത്, പക്ഷെ എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് പോവാൻ സാധിക്കണ്ടേ എന്നും ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് ഒരുക്കും സിസ്റ്ററെ. ദൈവം അതിനു വേണ്ടിയുള്ള ഡോറുകളെ കർത്താവ് ഒരുക്കും. ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ. സോറി പാസ്റ്റർ, ഞാൻ USA നിന്ന് വിളിക്കുന്നത്. എനിക്ക് ഒരു കാര്യം പറയാനായിരുന്നു, സാക്ഷ്യമായിട്ട് ആയില്ല. ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തു, എന്നിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം വിളിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ പാസ്റ്റർ? ഒത്തിരി സോറി ഉണ്ട്. ഞാൻ എന്റെ മോന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാനായിട്ട് വിഷയം തരുന്നത്. ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയില്ല. എന്റെ മോന് ഒരു കോർട്ട് കേസിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഭാര്യ 2 വർഷമായി കല്യാണം കഴിച്ചിട്ട് USA വന്നതേ ഉള്ളൂ. 2 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം വന്ന് 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അവൻ ചുമ്മാതെ റീസൺ ഉണ്ടാക്കി അവനായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അവള് പോയി എന്തോ അവിടെ ചീറ്റിങ് ചെയ്ത് അവള് കേസാക്കി